സിലബസിൽ നാലാമത്തെ എക്സ്പെരിമെൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന റൈറ്റ് പ്രോഗ്രാം യൂസിങ് IO സിസ്റ്റം കോൾസ് ഓഫ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പൺ റീഡ് റൈറ്റ്. ഇത് ഓൾറെഡി മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റിൻ്റെ ലാസ്റ്റിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഫയൽ ഓപ്പറേഷനാണ്. ആ ഫയൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, ഫയലിലെ കണ്ടൻറ്റ്, ഫയലിനകത്തേക്ക് കണ്ടൻറ്റ് റൈറ്റ് ചെയ്യണം എങ്ങനെയാണ്, ഫയലിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യണം എങ്ങനെയാണ്, ഫയൽ ക്ലോസ് ചെയ്യണം എങ്ങനെയാണ്, ഈ ഓപ്പറേഷൻസ് എല്ലാം, ഈ സിസ്റ്റം കോൾസ് എല്ലാം അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് അഞ്ചാമത്തെ എക്സ്പെരിമെൻ്റാണ് നമുക്ക് ഈ സെക്ഷനിൽ നോക്കാനുള്ളത്. ഈ സെക്ഷൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇംപ്ലിമെൻ്റ് പ്രോഗ്രാം ഫോർ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ യൂസിങ് ഷെയർഡ് മെമ്മറി. ഈ പോർഷനാണ്. ഇത് മാൻഡേറ്ററി എക്സ്പെരിമെൻ്റാണ്. ഇത് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഇത് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്ന് നിങ്ങൾക്ക് പ്രോസസ്സ് എന്താണെന്ന് അറിയാം. റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഒന്നിൽ കൂടുതൽ പ്രോഗ്രാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ചെയ്യുന്ന ടെക്നിക്കാണ് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഒരു പ്രോസസ്സിൽ നിന്ന് ഡാറ്റ മറ്റൊരു പ്രോസസ്സിലേക്കും അതുപോലെ ഒന്നിൽ മോർ ദാൻ 1 പ്രോസസ്സുകളിലേക്കും ഡാറ്റ സെൻഡ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഒരു പ്രോഗ്രാം നമുക്കൊന്ന് നോക്കാം. ഇതൊരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിനകത്ത് ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 3 വേരിയബിളുണ്ട്, N1, N2 ആൻഡ് സം. അത് കഴിഞ്ഞിട്ടാണ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 2 പ്രോസസ്സിലും N1, N2 ആൻഡ് സം എന്ന് പറയുന്ന 3 വേരിയബിൾ ഉണ്ടാവും. പക്ഷേ അതിനകത്ത് ഡാറ്റ ഡീഫോൾട്ട് അത് വേരിയബിൾ ഡിക്ലെയർ ചെയ്ത സമയത്ത് എന്തായിരുന്നു ഡാറ്റ OS അലോട്ട് ചെയ്യുന്നത്, ആ ഡാറ്റ ആയിരിക്കും ഗാർബേജ് ആയിരിക്കാം, അല്ലെങ്കിൽ 0 ആയിരിക്കാം. അങ്ങനത്തെ ഡാറ്റ ആയിരിക്കും ഇതിനുള്ളിൽ ഇരിക്കുന്നത്. എന്നിട്ട് ഈ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ചൈൽഡ് പ്രോസസ്സിനകത്തേക്ക് കയറി, അതാണ് IDC = 0. ചൈൽഡ് പ്രോസസ്സിനകത്തേക്ക് കയറിയിട്ട് ആ ചൈൽഡ് പ്രോസസ്സിനകത്ത് 2 നമ്പർ റീഡ് ചെയ്യാൻ പറയുന്നു. കീബോർഡിൽ നിന്ന് 2 നമ്പർ റീഡ് ചെയ്യാൻ പറയുന്നു. റീഡ് ചെയ്തിട്ട് അതിൻ്റെ സം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇത്രയാണ് ഈ ചൈൽഡ് പ്രോസസ്സിനകത്ത് നടക്കുന്നത്. അത് കഴിഞ്ഞ് പാരൻറ്റ് പ്രോസസ്സിനകത്ത് വെയിറ്റ് നിങ്ങൾക്കറിയാം. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചൈൽഡ് പ്രോസസ്സ് എൻഡ് ചെയ്യുന്നത് വരെ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ചൈൽഡ് പ്രോസസ്സ് ക്ലോസ് ചെയ്യുമ്പം ഈ പാരൻറ്റിനകത്ത് പ്രിൻ്റ് ഓഫ് സം %d സം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് വരുന്നത്, ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന സം ആണോ വരുന്നത് അതോ വേറെ വാല്യൂ ആണോ വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് ഒന്ന് ഊഹിച്ച് നോക്കുക എന്തായിരിക്കാം വരാൻ സാധ്യതയുള്ളത്. ഞാനിപ്പോഴേ തുടക്കത്തിലേ പറഞ്ഞു, നമ്മൾ ഈ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ അതിനകത്ത് 3 വേരിയബിൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് പുതിയൊരു പ്രോസസ്സ്, ഒരു ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുമ്പം ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റാണ് ക്രിയേറ്റ് ആവുന്നത്. അതിനകത്തും ഈ N1, N2 സംബന്ധമുള്ള വേരിയബിൾ ഉണ്ടാവും. അത് രണ്ടും സെയിം അല്ല, രണ്ടും 2ആണ്. അപ്പോൾ നമ്മൾ ചൈൽഡ് പ്രോസസ്സിനകത്ത് 2 വേരിയബിളിനകത്ത് ഡാറ്റ റീഡ് ചെയ്യുന്നു, ദെൻ അതിൻ്റെ സം കാൽക്കുലേറ്റ് ചെയ്യുന്നു, ദെൻ പാരൻറ്റ് പ്രോസസ്സിനകത്ത് വന്ന് സം പ്രിൻ്റ് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് വരുന്നതെന്ന്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഔട്ട്പുട്ട് നോക്കുക. ഞാൻ test.c എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് ഞാൻ ഈ പ്രോഗ്രാമിനെ കോപ്പി ചെയ്ത് വെച്ചു. ഇതിനകത്ത് ഈ പ്രോഗ്രാം ഇരിപ്പുണ്ട്. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റെ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞു. ഞാൻ 34ഉം 56ഉം കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആൻസർ വരേണ്ടത് 90 എന്നാണ്. സം ഈസ് 0. നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് എന്തുകൊണ്ടാണ് ഈ സം 0 ആയത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുന്നത് ചൈൽഡ് പ്രോസസ്സിനകത്തിരിക്കുന്ന വേരിയബിൾ സമ്മിലേക്കാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. N1, N2യുടെ വാല്യൂസ് ചൈൽഡ് പ്രോസസ്സിൽ ആണിരിക്കുന്നത്, പാരൻറ്റ് പ്രോസസ്സിലല്ല. പാരൻറ്റ് പ്രോസസ്സിൽ ഈ N1-നും N2-നും ഒരു വാല്യൂ ഇല്ല, അത് 0 തന്നെ ആയിരിക്കും. ചൈൽഡ് പ്രോസസ്സിനകത്തിരിക്കുന്ന വേരിയബിൾസിന് മാത്രമേ വാല്യൂ ഉള്ളൂ. അത് ഇത് പാരൻറ്റ് പ്രോസസ്സിനകത്ത് കിട്ടത്തില്ല. അത് രണ്ടും 2ആണ്. അപ്പോൾ ഇതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട്. അത് നമുക്ക് ശരിക്കും വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ചൈൽഡ് പ്രോസസ്സിൽ നിന്ന് ഈ ഡാറ്റ ഇങ്ങോട്ട് പാരൻറ്റ് പ്രോസസ്സിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യണം. സെൻഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അത് പ്രിൻ്റ് ആവും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഒരു പ്രോസസ്സിൽ നിന്ന് ഡാറ്റ മറ്റൊരു പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ മെത്തേഡിനാണ് നമ്മൾ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു
പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ നോർമലി ഡാറ്റ ട്രാൻസ്ഫർ നമുക്ക് 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫറിങ് മെത്തേഡ് നമുക്ക് ഇതിനകത്ത് ചെയ്യാം. ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ വഴി ചെയ്യാൻ പറ്റും. 1 ത്രൂ പൈപ്പ്, 2 നെയിംഡ് പൈപ്പ് ഓർ ഫിഫോ ഓർ ഫയൽ, 3 ഷെയർഡ് മെമ്മറി, 4 മെസ്സേജ് ക്യൂ. ഇങ്ങനെ 4 മെത്തേഡിൽ നമുക്ക് ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലേക്ക് നമുക്ക് മെസ്സേജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഈ 4 മെത്തേഡിൽ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ഷെയർഡ് മെമ്മറിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇതിനകത്ത് ഈ 4 മെത്തേഡും പറയാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അത് കേൾക്കുക, ബാക്കി ഉള്ളവർ ഈ ഷെയർഡ് മെമ്മറി മാത്രം കേട്ടാൽ മതി. കാരണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് കമ്പൽസറി പഠിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് അത് ഓരോന്നും നോക്കാം. ഇത് പൈപ്പാണ്. പൈപ്പ് ഒരു യൂണി ഡയറക്ഷണൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ചാനലാണ്. ഇങ്ങനെ ഒരു ഫിസിക്കലി ഒരു ചാനലൊന്നുമില്ല, നമ്മൾ ലോജിക്കലി ഇങ്ങനൊരു ചാനലുണ്ടെന്ന് അസ്യൂം ചെയ്യാണ്. അത് ഒരു ഡയറക്ഷനിലാണ് ഡാറ്റ ഫ്ലോ നടക്കുന്നത്. നമ്മൾ സിപ്പ് ലൈൻ പോലെ, സിപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷൻ, ഒരു ആൾ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റിങ് എൻഡ് പോയിൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അയാൾ തിരിച്ച് വരണമെങ്കിൽ വേറെ ലൈനിലേ തിരിച്ച് വരാൻ പറ്റുള്ളൂ. കാരണം ഇത് ഒരു സൈഡ് ഹൈറ്റ് കൂടുതലും ഒരു സൈഡ് ഹൈറ്റ് കുറവാണ്. അപ്പോൾ ആ ഹൈറ്റ് കൂടിയ സ്ഥലത്ത് നിന്ന് ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്തേക്ക് ആണ് സിപ്പ് ലൈൻ വഴി ആൾ മൂവ് ചെയ്ത് പോകുന്നത്. തിരിച്ച് അതുപോലെ അവിടെ നിന്ന് ഈ സ്റ്റാർട്ടിങ് പൊസിഷനിലേക്ക് താഴെ കൊണ്ടുവന്നൊരു പോയിന്റിലാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതൊരു സിപ്പ് ലൈൻ ഒരു യൂണി ഡയറക്ഷനിലാണ്. അതുപോലെ നമ്മൾ ഈ പൈപ്പും ഒരു യൂണി ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ ചാനലാണ്. അത് നമ്മൾ ഇതിനകത്ത് ഒരു പൈപ്പിന് ഒരു എൻഡ് ഉള്ളത് റൈറ്റ് എൻഡും ഒരെണ്ണം റീഡ് എൻഡും. റൈറ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിന് അകത്ത് നിന്ന് നമുക്ക് ഡാറ്റ റൈറ്റ് ചെയ്യുന്ന ഒരു എൻഡ് പോയിൻ്റ്. അത് കഴിഞ്ഞ് മറ്റേ എൻഡിൽ നിന്നാണ് ഡാറ്റ റീഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു റൈറ്റ് എൻഡും ഉണ്ട്, ഒരു റീഡ് എൻഡും ഉണ്ട്. 2 എൻഡ് പൈപ്പിന് നമുക്ക് അറിയാൻ 2 എൻഡുണ്ട്. അതിൽ ഒരു എൻഡ് റൈറ്റും ഒരു എൻഡ് റീഡുമാണ്. ഒരു പ്രോസസ്സ് റൈറ്റ് ചെയ്യുന്നു, മറ്റേ പ്രോസസ്സ് റീഡ് ചെയ്യുന്നു. ഇതാണ് ഇതിനകത്ത് ഈ പൈപ്പിലൂടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പൈപ്പ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് പൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൈപ്പ് ഓപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് സിസ്റ്റം കോൾസ് ഉണ്ട്. 2, 3, 4 സിസ്റ്റം കോൾസ് ഉണ്ട്. അതിൽ ഒരു സിസ്റ്റം കോളാണ് നമ്മൾ പൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾ, പൈപ്പ് എന്ന് പറയുന്ന സിസ്റ്റം കോൾ. ഇതൊരു ഇൻറ്റിജർ ഡാറ്റ റിട്ടേൺ ചെയ്യുന്നു. then അതിനകത്തോട്ട് പാസ് ചെയ്യുന്ന ഒരു ഇൻറ്റിജർ അറേയാണ്. ഈ അറേ എന്ന് പറഞ്ഞാൽ 2 dimension സിംഗിൾ ഡയമെൻഷനിലെ അറേ വിത്ത് സൈസ് 2, 2 ലൊക്കേഷനിലൊരു അറേയാണ്. അതൊരു സിംഗിൾ ഡയമെൻഷൻ ഇൻറ്റിജർ അറേയാണ്. അതിൽ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് റൈറ്റ് ചെയ്യാനും ഒരു ലൊക്കേഷൻ റീഡ് ചെയ്യാനും. അതായത് ഈ ഇൻഡെക്സ് പൊസിഷൻ 0 എന്ന് പറയുന്നത് റീഡ് ചെയ്യാനും ഇൻഡെക്സ് പൊസിഷൻ 1 എന്ന് പറയുന്നത് റൈറ്റ് ചെയ്യാനും. അകത്തോട്ട് പാസ് ചെയ്യുന്ന ഇൻറ്റിജർ അറേയുടെ ഇൻഡെക്സ് പൊസിഷൻ 1 എന്ന് പറയുന്നത് റൈറ്റ് ചെയ്യാനും ഇൻഡെക്സ് പൊസിഷൻ 0 എന്ന് പറയുന്നത് റീഡ് ചെയ്യാനും. ഇങ്ങനെ ഈ 2 എൻഡ് വഴിയാണ് നമ്മൾ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇനി ഈ സിസ്റ്റം കോള് ഇങ്ങനെ ഒരു പൈപ്പ് ക്രിയേറ്റ് ചെയ്ത് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 0 ആണ്. -1 വന്നു കഴിഞ്ഞാൽ ആ ഫയൽ ക്രിയേഷൻ ഫെയിലർ ആയെന്നാണ് എൻ്റെ മീനിങ്. ഇനി അടുത്തൊരു സിസ്റ്റം കോളാണ് റൈറ്റ്. റൈറ്റ് സിസ്റ്റം കോൾ എന്ന് പറഞ്ഞാൽ ഈ പൈപ്പിനുള്ളിലേക്ക് നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യുന്ന റൈറ്റ് ചെയ്യുന്ന സിസ്റ്റം കോളാണ് റൈറ്റ്. ഇത് ഒരു ഇൻറ്റിജർ ടൈപ്പ് വാല്യൂ റിട്ടേൺ ചെയ്യുന്നൊരു ഫംഗ്ഷനാണ്. ഇതിനകത്തോട്ട് നമ്മൾ അകത്തേക്ക് പാസ് ചെയ്യുന്ന ഫയൽ ഡിസ്ക്രിപ്റ്റർ, അതായത് നമ്മുടെ പൈപ്പിൻ്റെ ഡിസ്ക്രിപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ കൊടുക്കുന്ന ഡിസ്ക്രിപ്റ്റർ. ആ ഡിസ്ക്രിപ്റ്ററിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷൻ 1, അറേയുടെ 1 ഇൻഡെക്സ് പൊസിഷൻ 1 ആണ് ആദ്യം പാസ് ചെയ്യുന്ന പാരാമീറ്റർ. ദെൻ നമ്മൾ പാസ് ചെയ്യുന്ന ഡാറ്റയുടെ അഡ്രസ്സ്, അതൊരു വേരിയബിൾ ആണെങ്കിൽ ആ വേരിയബിളിൻ്റെ അഡ്രസ്സ്, അതൊരു അറേ ആണെങ്കിൽ അറേയുടെ ഇൻഡെക്സ് പൊസിഷൻ ഓഫ് ദ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഓഫ് ദ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദ അറേ, അല്ലെങ്കിൽ അഡ്രസ് ഓഫ് ദ 0th ഇൻഡെക്സ് ഓഫ് ദ അറേ. ഇതാണ് നമ്മൾ രണ്ടാമത് പാസ് ചെയ്യുന്നത്. ദെൻ ആ ഡാറ്റയുടെ സൈസ്, അത് നമ്മൾ സൈസ് ഓഫ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ ആ ഡാറ്റ പാസ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എത്രയാണ് സൈസ് എന്നുള്ള ആ സൈസ് എന്നുള്ള ഫംഗ്ഷൻ അത് തനിയെ കാൽക്കുലേറ്റ് ചെയ്ത് റൈറ്റ് എന്നുള്ള ഫംഗ്ഷന് കൊടുത്തോളും. അപ്പം ഇത് സക്സസ്ഫുള്ളി റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ, ഞാൻ പറഞ്ഞു ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്, ഒരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര
ബൈറ്റ് ഓഫ് ഡാറ്റ അങ്ങോട്ട് റൈറ്റ് ചെയ്തു എന്നുള്ള വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. -1 ആണെങ്കിൽ ഫെയിലിയറാണ്. അത് സീറോ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ആ ഫയലിൻ്റെ എൻഡ് ഓഫ് ഫയലിലാണ് എത്തി, ഇനി അതിനകത്തോട്ട് റൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് മീനിങ്. അപ്പോൾ ഇതാണ് അതിനകത്തുനിന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ. ഇതാണ് റൈറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കോൾ. അടുത്ത സിസ്റ്റം കോൾ എന്ന് പറഞ്ഞാൽ റീഡാണ്. ഇത് റൈറ്റിന് നേരെ ഓപ്പോസിറ്റുള്ളൊരു സിസ്റ്റം കോൾ. നമുക്ക് പൈപ്പിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടി റൈറ്റ് ഫംഗ്ഷൻ വഴി അല്ലെങ്കിൽ റൈറ്റ് സിസ്റ്റം കോൾ വഴി റൈറ്റ് ചെയ്ത ഡാറ്റ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീഡ്. അപ്പോൾ ഒരു പ്രോസസ്സിൽ റൈറ്റ് യൂസ് ചെയ്യുന്നു, വേറൊരു പ്രോസസ്സിൽ റീഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ റീഡിനകത്തും ഇതുപോലെ ഈ സിസ്റ്റം കോളിനൊരു സിൻടാക്സ് ഉണ്ട്. അത് ഒരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതിനകത്തേക്ക് പാസ് ചെയ്യുന്ന ഫസ്റ്റ് ആർഗ്യുമെൻറ്റാണ് അങ്ങോട്ട് പാസ് ചെയ്ത ഡിസ്ക്രിപ്റ്ററിൻ്റെ 0th ഇൻഡെക്സ്. ഫസ്റ്റ് ഇൻഡെക്സ് റൈറ്റ് ചെയ്യാനും 0th ഇൻഡെക്സ് റീഡ് ചെയ്യാനും. ഞാൻ ആദ്യമേ പറഞ്ഞു 2 ലൊക്കേഷനുള്ള ഒരു അറേയാണ്. അറേയുടെ ഫസ്റ്റ് ഇൻഡെക്സ് എന്ന് റൈറ്റ് ചെയ്യാനും 0th ഇൻഡെക്സ് റീഡ് ചെയ്യാനും. ഇനി നമ്മൾ റീഡ് ചെയ്യുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ട വേരിയബിൾ അല്ലെങ്കിൽ ഒരു ബഫറാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതിൻ്റെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. അങ്ങോട്ട് റൈറ്റ് ചെയ്യാൻ നേരത്ത് ആ വേരിയബിളിൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ ആ അറേയുടെ സ്റ്റാർട്ടിങ് ലൊക്കേഷൻ ഓഫ് ദ അഡ്രസ് ഓഫ് ദ സ്റ്റാർട്ടിങ് ലൊക്കേഷനാണ് ആദ്യം അറേയാണെങ്കിൽ കൊടുക്കുന്നത്. ഇത് വേരിയബിൾ ആണെങ്കിൽ ആ വേരിയബിളിൻ്റെ അഡ്രസ്സ്. ഇങ്ങോട്ട് റീഡ് ചെയ്യാൻ നേരത്ത് ഇത് സെയിം തന്നെയാണ്. ഒരു ബഫർ അല്ലെങ്കിൽ ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. ദെൻ അതിൻ്റെ സൈസ്, ആ ബഫറിൽ റീഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എത്ര ഡാറ്റയുണ്ടോ അത്രയും ഡാറ്റയുടെ സൈസും കൂടെ അവിടെ കൊടുക്കുക. അതിൽ കൂടുതൽ ഡാറ്റ ഉണ്ടെങ്കിൽ ഒറ്റ റീഡ് ഓപ്പറേഷൻ നടക്കത്തില്ല. അപ്പോൾ ഈ ബഫറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എത്രയാണോ അത്രയും സൈസ്. അത് കൂടിപ്പോയൊന്നും കുഴപ്പമില്ല, കാരണം അതിൽ കുറച്ച് ഡാറ്റയേ ഉള്ളൂ എങ്കിൽ അത്രയും കുറച്ച് ഡാറ്റ എടുക്കുകയുള്ളൂ, ഡാറ്റ റീഡ് ചെയ്യുള്ളൂ. നമ്മൾ ഫയലിൽ റൈറ്റ് ചെയ്യുമ്പോൾ ആക്ച്വൽ സൈസ് ഓഫ് ഡാറ്റ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. എത്ര ഡാറ്റയാണ് അങ്ങോട്ട് റൈറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കൊടുക്കണം. റീഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് ബഫറിൻ്റെ സൈസ് കൂടിപ്പോയൊന്നും കുഴപ്പമില്ല. ഇനി ഈ റീഡ് ഓപ്പറേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എത്ര ബൈറ്റ് റീഡ് ചെയ്തു എന്നുള്ളതാണ് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ. 0 ആണ് റിട്ടേൺ ചെയ്യണമെങ്കിൽ ആ ഫയൽ റീഡ് ഓപ്പറേഷൻ എൻഡ് ഓഫ് ഫയലിൽ എത്തിയിരുന്നു. എൻഡ് ഓഫ് ഫയലിൽ നിന്ന് റീഡ് ചെയ്യാൻ നോക്കുമ്പോൾ 0 ആണ് വരുന്നത്, കാരണം ഡാറ്റ റീഡ് ചെയ്യാനില്ല. -1 ആണെങ്കിൽ റീഡ് ഫെയിലറാണ്. ഇല്ലാത്ത ഫയലിൽ നിന്ന് നമ്മൾ ഡാറ്റ റീഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കറപ്റ്റഡ് ആയിപ്പോയിരിക്കുന്ന ഫയലിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ -1 ആയിരിക്കും വരുന്നത്. ഇങ്ങനെ 3 സിസ്റ്റം കോൾ. ഇനിയൊരു സിസ്റ്റം കോളുണ്ട്. ഈ ഓപ്പൺ ചെയ്ത പൈപ്പിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ക്ലോസ് എന്നൊരു സിസ്റ്റം കോളാണ്. ആ ക്ലോസിനകത്ത് നമ്മൾ കൊടുക്കുന്നത് നമ്മളിവിടെ പൈപ്പ് എന്ന് പറയുന്ന സിസ്റ്റം കോൾ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വാല്യൂ റിട്ടേൺ ചെയ്ത് വരുന്നുണ്ട്. ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിനെ നമ്മളൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ട് ആ വേരിയബിളാണ് നമ്മൾ ക്ലോസ് എന്ന് പറയുന്ന സിസ്റ്റം കോളിനകത്ത് കൊടുക്കേണ്ടത്. ക്ലോസ് അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഓട്ടോമാറ്റിക്കലി പ്രോസസ്സ് എൻഡ് ചെയ്യുമ്പോൾ പൈപ്പ് ക്ലോസ് ആയി പോകും. അപ്പോൾ ഇങ്ങനെ 3-4 സിസ്റ്റം കോളാണ് നിങ്ങൾക്ക് ഈ പൈപ്പ് ഓപ്പറേഷനിൽ ചെയ്യാനുള്ളത്. ഇവിടെ ഒരു പ്രോഗ്രാം നമ്മൾ നേരത്തെ എഴുതിയ പ്രോഗ്രാം, ചൈൽഡിൽ സം കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം, ആ ചൈൽഡിൽ നിന്ന് സം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നേരെ പൈപ്പിനകത്തേക്ക് റൈറ്റ് ചെയ്യുകയാണ്. ഈ പ്രോസസ്സ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു ഇൻറ്റിജർ ഡിസ്ക്രിപ്റ്റർ എഴുതിയിട്ടുണ്ട്. അതൊരു ഈ DSC എന്ന് തന്നെ കൊടുക്കണമെന്നില്ല, DSC എന്ന് തന്നെ കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിപ്പോൾ ഡിസ്ക്രിപ്റ്ററിന് 2 എന്ന് പറഞ്ഞാൽ 2 ലൊക്കേഷനിൽ ഒരു ഇൻറ്റിജർ അറേയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ചെയ്യാനും 0th ഇൻഡെക്സ് പൊസിഷൻ റീഡ് ചെയ്യാനും ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ ഡിസ്ക്രിപ്റ്ററിൻ്റെ ഒരു അറേ. ദെൻ നേരത്തെ പോലെ ചൈൽഡിനകത്ത് 2 വേരിയബിളുണ്ട്. റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ റീഡ് ചെയ്ത് വെക്കാനുള്ള 2 വേരിയബിളും പിന്നെ അതിൻ്റെ സം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 3ാമത്തെ ഒരു വേരിയബിളുണ്ട്. എന്നിട്ട് ഞാനൊരു പൈപ്പ് അങ്ങ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഒരു പൈപ്പ് അങ്ങ് ക്രിയേറ്റ് ചെയ്തു. ഈ പൈപ്പ് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ RT എന്നുള്ള വാല്യൂ. അത് -1 ആണെങ്കിൽ പൈപ്പ് ക്രിയേഷൻ ഫെയിലറാണ്. അപ്പോൾ ഈ പൈപ്പ് സിസ്റ്റം കോൾ വിളിച്ചിട്ട് നമ്മൾ അതിൽ റിട്ടേൺ ചെയ്തിരിക്കുന്ന വാല്യൂ -1 ആണെന്ന് നോക്കുക. -1 ആണെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ല, കാരണം റൈറ്റ് ഓപ്പറേഷൻ നടക്കില്ല. അതുകൊണ്ടാണ് -1 ആണെങ്കിൽ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, തിരിച്ചു പോകാൻ. ഈ ഫംഗ്ഷൻ മെയിനിനെ തിരിച്ചങ്ങിറങ്ങിപ്പോവും, കാരണം പിന്നെ താഴോട്ടുള്ള പ്രോസസ്സുകളൊന്നും ചെയ്യത്തില്ല. ഇനി ഈ സക്സസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 0 വാല്യൂ ആയിരിക്കും വരുന്നത്. RT എന്നുള്ള വാല്യൂ 0 ആയിരിക്കും വരുന്നത്. 0 ആണ് വരുന്നതെങ്കിൽ ഈ കണ്ടീഷൻ ഫെയിലാവും, നേരെ ഇവിടെ വരും. ഇവിടെ ഞാൻ പുതിയൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ID = fork വിളിക്കുമ്പോൾ പുതിയ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ചൈൽഡ് പ്രോസസ്സിനകത്ത് നേരത്തെ പറഞ്ഞ 2 നമ്പർ റീഡ് ചെയ്ത് സം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഈ റൈറ്റ് ഫംഗ്ഷൻ വിളിക്കുകയാണ്. റൈറ്റ് എന്നൊരു സിസ്റ്റം കോൾ വിളിക്കുന്നു. അതിനകത്ത് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സ് കൊടുക്കുന്നു. ദെൻ അഡ്രസ് ഓഫ്
നമ്മൾ ഏത് വേരിയബിളിലിരിക്കുന്ന ഡാറ്റയാണ് സെൻഡ് ചെയ്യേണ്ട ആ വേരിയബിളിൻ്റെ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. ദെൻ ആ വേരിയബിളിൻ്റെ സൈസ് സം എന്ന് കൊടുത്താലും അല്ല, സൈസ് ഓഫ് സം എന്ന് കൊടുത്താലും മതി. ഇവിടെ സൈസ് ഓഫ് ഇൻഡ്, സം എന്ന് പറയുന്നത് ഇൻറ്റിജർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് സൈസ് ഓഫ് ഇൻഡ് എന്ന് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സൈസ് ഓഫ് സം എന്ന് കൊടുത്താലും മതി, ആ വേരിയബിൾ കൊടുത്താലും മതി. അപ്പോൾ അതിൻ്റെ സൈസ് ആയിരിക്കും വരുന്നത്. അത്രയും ബൈറ്റ് ഓഫ് ഡാറ്റ ആയിരിക്കും ഈ പൈപ്പിനുള്ളിലേക്ക് റൈറ്റ് ചെയ്യുന്നത്. ഇത് കഴിയുമ്പോൾ ഈ ചൈൽഡ് പ്രോസസ്സ് കംപ്ലീറ്റായി ക്ലോസ് ചെയ്യുന്നു. അടുത്ത് ഇത് പാരൻറ്റ് പ്രോസസ്സാണ്. ഈ പാരൻറ്റ് പ്രോസസ്സിനകത്ത് റീഡ് ഫംഗ്ഷൻ വിളിച്ചിരിക്കുകയാണ്. നേരത്തെ ഞാൻ ഇവിടെ ആദ്യത്തെ പ്രോഗ്രാമിനകത്ത് ഞാനിവിടെ ഒരു വെയിറ്റ് എന്ന് പറയുന്ന സിസ്റ്റം കോൾ ചെയ്യിച്ചു. ഇത് ഇവിടെ വെയിറ്റ് കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് റീഡ് ചെയ്ത് റൈറ്റ് സം കാൽക്കുലേറ്റ് ചെയ്യാൻ സമയമെടുക്കും. കാരണം ഇവിടെ ഒരു സ്കാനർ ഫംഗ്ഷൻ കിടക്കുകയാണ്. അതിനുള്ളിൽ മെയിൻ ക്ലോസ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെയിറ്റ് ഇവിടെ കൊടുത്തിരുന്നത്. കാരണം നമ്പർ റീഡ് ചെയ്ത് സം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പാരൻറ്റിനകത്തിരിക്കുന്ന സം പ്രിൻ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഈ ചൈൽഡ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ ഒരു വെയിറ്റ് കൊടുത്തിരുന്നത്. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇവിടെ റീഡ് ഓപ്പറേഷൻ നടക്കുന്ന പൈപ്പിനുള്ളിൽ ഡാറ്റ വരുന്നത് വരെ ഈ പ്രോസസ്സ് വെയിറ്റ് ചെയ്യും. നമ്മളിപ്പോൾ റീഡ് ആണ് ആദ്യം റൺ ചെയ്തത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരാദ്യം റൺ ചെയ്ത് തുടങ്ങുമെന്ന് നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ സപ്പോസ് ഇത് ഈ ഓപ്പറേഷൻ നടക്കുന്നതിന് മുമ്പ് റീഡ് വരും. കാരണം ഒന്നാമതിവിടെ ഒരു സ്കാൻ ഓഫ് ഫംഗ്ഷനുണ്ട്, ഒരു കീബോർഡിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുന്നുണ്ട്, അതൊരു ഡിലേ ആണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തുള്ളിൽ പാരലായിട്ട് റീഡ് ഓപ്പറേഷൻ നടക്കും. ഈ റീഡ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഡാറ്റ ഇല്ലെങ്കിൽ അത് അടുത്തയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് റീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈപ്പിനുള്ളിൽ ഡാറ്റ വരുന്നത് പോലെ അത് വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ കീബോർഡിൽ നിന്ന് ഡാറ്റ നമ്പർ റീഡ് ചെയ്ത് സം കാൽക്കുലേറ്റ് ചെയ്ത് റൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിനകത്ത് ഡാറ്റ റീഡിങ് നടക്കുകയുള്ളൂ. അപ്പോൾ ഈ റീഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്ക്രിപ്റ്റർ 0 ആണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഏത് വേരിയബിളിലാണ് ഈ ഡാറ്റ വരേണ്ടത്, അതായത് ഇവിടുത്തെ ചൈൽഡിൻ്റെ സമ്മിലിരിക്കുന്ന ഡാറ്റയെ എനിക്ക് പാരൻറ്റിൻ്റെ സം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് കൊണ്ടുവരണം. അപ്പം ഞാൻ ആ പാരൻറ്റിൻ്റെ സം എന്ന് പറഞ്ഞ വേരിയബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ചൈൽഡിൻ്റെ സം എന്ന് പറഞ്ഞ വേരിയബിളിനകത്താണ് ഡാറ്റ ഇരിക്കുന്നത്. അത് നേരെ പൈപ്പിലൂടെ കടത്തിവിടുന്നു പൈപ്പിൻ്റെ മറ്റേ എൻഡ് വഴി ഈ സം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് പാരൻറ്റ് ഈ ഡാറ്റയെ റീഡ് ചെയ്ത് വയ്ക്കുന്നു. ദെൻ അതിൻ്റെ സൈസ് എത്രയാണെന്ന് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ സൈസും പറയണം. അപ്പോൾ ഈ 3 പാരാമീറ്ററാണ് റീഡിനകത്ത് കൊടുക്കേണ്ടത്. സക്സസ്ഫുള്ളി റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ബൈറ്റ് ഓഫ് ഡാറ്റ റീഡ് ചെയ്തെന്ന് വരും. എന്നിട്ട് ആ ഡാറ്റയെ നമ്മൾ അങ്ങ് പ്രിൻ്റ് ചെയ്യുന്നു, സം എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം ആണ് നമ്മൾ നേരത്തെ എഴുതിയ പ്രോഗ്രാം. ഒരു പ്രോസസ്സിൽ നിന്ന്, ഈ ചൈൽഡ് പ്രോസസ്സിൽ നിന്ന് സം കാൽക്കുലേറ്റ് ചെയ്ത് പാരൻറ്റ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരുന്നു. പാരൻറ്റ് പ്രോസസ്സ് അത് പ്രിൻ്റ് ചെയ്യുന്നു. ഈ പ്രോഗ്രാം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഈ പ്രോഗ്രാമിനെ കോപ്പി ചെയ്ത് പൈപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലേക്ക്, ഒരു C പ്രോഗ്രാമിലേക്ക് വയ്ക്കുകയാണ്. അതിനകത്ത് ഈ പ്രോഗ്രാം വന്നിട്ടുണ്ട്. ഈ പ്രോഗ്രാമിനെ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ എഴുതിയിരിക്കുന്ന സെയിം പ്രോഗ്രാം തന്നെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ പ്രോഗ്രാമിനെ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. രണ്ട് നമ്പർ 45 67 ഞാൻ കൊടുത്തു. സം ഈസ് ഈക്വൽ ടു 112. അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് ചൈൽഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമ്മ് പാരൻറ്റിൽ പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മൾ പൈപ്പ് വഴി ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഔട്ട്പുട്ട് നോക്കുക. അടുത്തൊരു പ്രോഗ്രാം നമുക്ക് നോക്കാം. ഈ പ്രോഗ്രാമിനകത്ത് ചൈൽഡ് പ്രോസസ്സിനകത്ത് 2 നമ്പർ റീഡ് ചെയ്യുന്നു. ദെൻ അതിനകത്തൊരു ചോയ്സ് കൂടെ ചോദിക്കുന്നുണ്ട്. ചോയ്സ് 1 ഫോർ സം, ചോയ്സ് 2 ഫോർ 2. എന്നിട്ട് ഈ നമ്പർ റീഡ് ചെയ്തിട്ട് ഏത് ചോയ്സാണ് ആ ചോയ്സിനനുസരിച്ചുള്ള ഓപ്പറേഷൻ. ഇതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡീഷൻ, ഒന്ന് സം കണ്ടുപിടിക്കുന്നു, ഒന്ന് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നു. ചോയ്സ് 1 സമ്മാണ്, ചോയ്സ് 2 എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റാണ്. ഏത് ചോയ്സാണ് ആ ചോയ്സിനനുസരിച്ചുള്ള കാൽക്കുലേഷൻ നടത്തി റിസൾട്ടിൽ വയ്ക്കുന്നു. എന്നിട്ട് ഏത് ഓപ്പറേഷനാണ് നടത്തിയതെന്നും എന്ത് റിസൾട്ടാണ് വരുന്നതെന്നും രണ്ട് പ്രാവശ്യമായിട്ട് ഒരു പൈപ്പിനകത്തേക്ക് റൈറ്റ് ചെയ്യുന്നു. ആദ്യം മെസ്സേജ് റൈറ്റ് ചെയ്യുന്നു, എന്ത് ഓപ്പറേഷനാണ് നടത്തിയിരിക്കുന്നത്. മെസ്സേജ് ഫസ്റ്റിലെ ചോയ്സ് 1 ആണെങ്കിൽ മെസ്സേജിനകത്തിരിക്കുന്ന സമ്മെന്നും,
ചോയ്സ് 2 ആണ് സെലക്ട് ചെയ്യുന്നത്, മെസ്സേജ് ഇരിക്കുന്നു, പ്രോഡക്റ്റ് വന്നു. ആ മെസ്സേജ് എന്താണോ ആ മെസ്സേജ് അതുപോലെ ആദ്യം റൈറ്റ് ചെയ്യുന്നു, പൈപ്പിലേക്ക് റൈറ്റ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ പുറകിൽ റിസൾട്ടും റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 2 റൈറ്റ് ഓപ്പറേഷനാണ് ഒരു പൈപ്പിനുള്ളിലേക്ക് കടത്തിവിടുന്നത്. റീഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റിലെ വരുന്ന പൈപ്പിൽ നമുക്കറിയാം ക്യൂ ആയിട്ടാണ് ഡാറ്റ വരുന്നത്. റീഡ് ചെയ്യുന്ന ഡാറ്റ ആദ്യം ഫസ്റ്റിൽ വരുന്ന ഡാറ്റ ഫസ്റ്റ് റീഡ് ഓപ്പറേഷനിൽ വരുന്നു, സെക്കൻഡിൽ വരുന്ന ഡാറ്റ സെക്കൻഡ് റീഡ് ഓപ്പറേഷനിൽ വരുന്നു, അത് പ്രിൻ്റ് ചെയ്യുന്നു. ഈ ഓപ്പറേഷനാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അതുപോലെയാണ് ഒരു പൈപ്പ് അതിൻ്റെ ഡിസ്ക്രിപ്റ്റർ ഒരു 2 ലൊക്കേഷനിൽ ഒരു ഇൻറ്റീരിയർ അറേ പറയുന്നു, 2 വേരിയബിളും ദെൻ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിസൾട്ട് വേരിയബിളും. ദെൻ ഒരു മെസ്സേജ് എന്നുള്ള ക്യാരക്ടർ അറേ, അത് നമ്മൾ സമ്മെന്നും പ്രൊഡക്റ്റ് എന്ന് പറയുന്ന മെസ്സേജ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ക്യാരക്ടർ അറേ പറയുന്നത്. കാരണം അത് അങ്ങോട്ട് പാസ് ചെയ്യേണ്ടതാണ്. അതല്ലെങ്കിൽ നമുക്കിവിടെ ഡയറക്റ്റ് കൊടുത്താലും മതി. വീണ്ടും നമ്മളിവിടെ ചോയ്സ് ചെക്ക് ചെയ്യണം. അതിൽ നല്ലത് ഒരു വേരിയബിൾ വെച്ചിട്ട് ആ വേരിയബിൾ നമ്മൾ ചോയ്സ് ഓപ്പറേഷൻ ചെയ്യണതിൻ്റെ കൂടെ ആ ചോയ്സ് എന്ത് കമാൻഡാണ്, എന്ത് ചോയ്സാണ് നമ്മൾ ചോദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചോദിച്ചിരിക്കുന്നത് ഒരു മെസ്സേജായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് അറേയിൽ, ഒരു ക്യാരക്ടർ അറേയിലേക്ക് ആ മെസ്സേജ് സ്റ്റോർ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് ക്യാരക്ടർ അറേ വയ്ക്കുന്നു. ദെൻ നമ്മൾ പൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നിന്നാണ് പൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. പൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് -1 ആണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ഫെയിലർ ആണെങ്കിൽ ഫെയിലർ എന്ന് പ്രിൻ്റ് ചെയ്യുക. ഇല്ല എങ്കിൽ നമ്മൾ ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഫോർക്ക് ചെയ്ത് ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ചൈൽഡ് പ്രോസസ്സിനകത്ത് നമ്മൾ 2 നമ്പർ റീഡ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ചോയ്സ് ചോദിക്കുന്നു, എൻ്റർ ചോയ്സ് ഇവിടെ ചോദിക്കുന്നു. 1 ഫോർ സം, 2 ഫോർ പ്രോഡക്റ്റ്. ഇനി നമ്മൾ ചോയ്സ് 1 ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇഫ് സ്വിച്ച് കേസ് വെച്ച് ചെയ്താലും മതി. ഞാനിവിടെ ഇഫ് വെച്ചിട്ടായിരിക്കുന്നത്. ഇഫ് CH=CHനകത്തായിട്ട് നമ്മൾ ചോയ്സ് റീഡ് ചെയ്യുന്നു, 1 or 2 എന്ന് പറഞ്ഞ ചോയ്സ്. CH 1ലാണ് ഇരിക്കുന്നതെങ്കിൽ 1 ആണ് കൊടുത്തതെങ്കിൽ നമ്മൾ MSG എന്ന് പറഞ്ഞ മെസ്സേജ് നമ്മുടെ ക്യാരക്ടർ അറേക്കകത്തോട്ട് സം എന്ന് പറയുന്ന മെസ്സേജ് കോപ്പി ചെയ്ത് വയ്ക്കുന്നു. strcpy എന്ന് പറഞ്ഞ സ്ട്രിങ് കോപ്പി എന്നുള്ള ഫംഗ്ഷൻ, അത് string.hനകത്തുണ്ട്, അത് നമ്മൾ കോപ്പി ചെയ്ത് വയ്ക്കുന്നു. ദെൻ CH എന്ന് പറഞ്ഞാൽ 2 ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കുന്ന പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ മെസ്സേജിന് നമ്മൾ ഇതിനകത്തോട്ട് കോപ്പി ചെയ്യുന്നു, MSG എന്ന് പറഞ്ഞ അറേക്കകത്തോട്ട് കോപ്പി ചെയ്യുന്നു. ദെൻ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് റിസൾട്ടിനകത്ത് വയ്ക്കുന്നു. എന്നിട്ട് ഈ 2 അഡീഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് നേരെ ഫസ്റ്റിലത്തെ റൈറ്റ് ഓപ്പറേഷൻ നടക്കുന്നു. ആ റൈറ്റ് ഓപ്പറേഷനകത്ത് ചെയ്തിരിക്കുന്നത് പൈപ്പ് ഡിസ്ക്രിപ്റ്ററിനകത്ത് 1നകത്ത് ആദ്യം MSG കണ്ടില്ലേ. ഇവിടെ ഈ അറേയുടെ അഡ്രസ് ഓഫ് ദ സ്റ്റാർട്ടിങ് പൊസിഷൻ ഓഫ് ദ അറേ, അതാണ് ഈ MSG എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആംപർസാൻഡ് ഓഫ് MSG ഓഫ് 0 എന്ന് കൊടുക്കണമായിരുന്നു. 2 സെയിം ആണ്. വെറുതെ MSG, ഇതൊരു ക്യാരക്ടർ അറേയിൽ MSG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അഡ്രസ് ഓഫ് MSG ഓഫ് 0 എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് നമ്മൾ ഒരു അറേ ആണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷൻ്റെ അഡ്രസ്സാണ് നമ്മളിവിടെ പാസ് ചെയ്യേണ്ടത്. അത് ഇംപ്ലിസിറ്റ്ലി ഇത് അഡ്രസ്സ് തന്നെയാണ് ഈ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ അഡ്രസ് ഓഫ് MSG ഓഫ് 0 എന്ന് കൊടുക്കണം. ദെൻ സൈസ് ഓഫ് മെസ്സേജ്, ആ ക്യാരക്ടർ അറേയുടെ സൈസ് ഇതാണ്. അതിനകത്ത് എന്താണ് ഇരിക്കുന്നത് അതുപോലെ പൈപ്പിനകത്തോട്ട് റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ റൈറ്റ് ഓപ്പറേഷൻ 1 കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അടുത്ത റൈറ്റ് ഓപ്പറേഷൻ എഴുതുകയാണ്. റിസൾട്ട് ഇവിടെ ആംപർസാൻഡ് ഇട്ടിട്ടുണ്ട്. കാരണം ഇത് ക്യാരക്ടർ അറേ അല്ല, ഇത് സിംഗിൾ വേരിയബിളാണ്. അതുകൊണ്ട് അതിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. ദെൻ സൈസ് ഓഫ് ആ റിസൾട്ടിൻ്റെ വേരിയബിൾ, അതിൻ്റെ ടൈപ്പ് ആയാലും ഇൻ്റ് ആയാലും കൊടുത്താൽ മതി, അല്ലെങ്കിൽ റിസൾട്ട് എന്ന് കൊടുത്താൽ സൈസ് ഓഫ് ഇൻ്റ് എന്ന് കൊടുത്താലും മതി. ഇത്രയും കഴിയുമ്പോൾ റൈറ്റ് ഓപ്പറേഷൻ ചൈൽഡ് ഓപ്പറേഷൻ കഴിയുന്നു. ഇനി നമ്മൾ ഈ എൽസ് എന്ന് പറഞ്ഞാൽ പാരൻറ്റ് ചൈൽഡ് ഇഫ് d=0 എന്ന് പറയുന്നതിൻ്റെ എൽസ് പാർട്ടാണ് ഈ കിടക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന പാരൻറ്റ് പ്രോസസ്സാണ്. ഈ പാരൻറ്റ് പ്രോസസ്സിനകത്ത് പൈപ്പ് വഴി വരുന്ന ഡാറ്റ 1 by 1 ആയിട്ട് റീഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം 2 ഡാറ്റയാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റിലെ വരുന്ന ഡാറ്റ മെസ്സേജാണ്. ആ മെസ്സേജ് എന്ന് പറയുന്നത് പാരൻറ്റിൻ്റെ MSG എന്ന് പറഞ്ഞ വേരിയബിളിനകത്തോട്ട് ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ ഇതിനകത്തൊന്ന് ഡിക്ലെയർ ചെയ്ത വേരിയബിളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. ഡിക്ലെയർ ചെയ്തിട്ട് ആ വേരിയബിൾ പറഞ്ഞാൽ മതി. അപ്പോൾ എല്ലാം ഇവിടെ ബിഗിനിങ്ങിൽ തന്നെ വേരിയബിളെല്ലാം ഡിക്ലെയർ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് കോമൺലി വേണ്ട വേരിയബിൾ എല്ലാം നമുക്കിവിടെ എഴുതാം. അതല്ലാത്ത നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. അതായത് പ്രോസസ്സുകളിൽ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് റീഡ് MSG എന്ന് പറഞ്ഞാൽ ഈ പാരൻറ്റ് പ്രോസസ്സിനകത്തടിക്കുന്ന ക്യാരക്ടർ അറേയിലോട്ട് ഫസ്റ്റ് വരുന്ന മെസ്സേജ് റീഡ് ചെയ്ത് വയ്ക്കും. ദെൻ അടുത്ത റീഡ് ഓപ്പറേഷനിൽ നമ്മൾ റിസൾട്ട് എന്ന് പറയുന്ന പാരൻറ്റിലിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് സെക്കൻഡ് വരുന്ന ഡാറ്റയും റീഡ് ചെയ്ത് വയ്ക്കുന്നു. ദെൻ അതിനെ അങ്ങ് പ്രിൻ്റ് ചെയ്യുന്നു. ഇതാണ് ഈ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ടാസ്ക്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് കഴിഞ്ഞിട്ട് ആ
നമ്മളെ പൈപ്പിനെ ക്ലോസ് ചെയ്യാൻ ആർ ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പൈപ്പ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് റിട്ടേൺ ചെയ്ത വാല്യൂ. ആ വാല്യൂ ഇവിടെ ക്ലോസ് ആർ ടി പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈപ്പ് ഓപ്പൺ ചെയ്ത പൈപ്പ് ക്ലോസ് ആവും. അത് കമ്പൽസറി ചെയ്യണമെന്നൊന്നുമില്ല, അത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയിക്കോളും. പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ക്ലോസ് ആയിക്കോളും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കുക. ഞാൻ ഒന്ന് ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഞാൻ ആ പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. ഇരിക്കുന്ന പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാം. അതുപോലെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ 2 നമ്പേഴ്സ് ഞാൻ കൊടുക്കുന്നു, 23 then 45. എൻ്റർ ഓപ്പറേഷൻ ഞാൻ പ്രോഡക്റ്റാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. 2 കൊടുക്കുന്നു. പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു 1035 എന്നുള്ള റിസൾട്ട് കിട്ടി. ഇനി ഒന്നുകൂടെ റൺ ചെയ്തിട്ട് വീണ്ടും ഞാൻ നമ്പർ കൊടുക്കുകയാണ്. ഇതിൻ്റെ അഡീഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 1 കൊടുക്കുന്നു, ആഡ് ചെയ്ത് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ത്രൂ പൈപ്പ് വഴി ചെയ്യുന്നത്. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു പ്രോഗ്രാം നോക്കാം. ഇവിടെ ഈ പ്രോഗ്രാമിൽ 2 നമ്പർ നമ്മൾ ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് 2 നമ്പർ റീഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രോഗ്രാം ടു റീഡ് 2 നമ്പേഴ്സ്. ദ ചൈൽഡ് പ്രോസസ് കാൽക്കുലേറ്റ് ദെയർ സം ആൻഡ് സെൻഡ് ദ റിസൾട്ട് ടു ദ പാരൻറ്റ് പ്രോസസ് ഫോർ പ്രിൻറ്റിങ്. 2 നമ്പർ ആദ്യമേ റീഡ് ചെയ്ത് വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചൈൽഡിലും പാരൻറ്റിലും 2 നമ്പർ ഉണ്ടായിരിക്കും. 2ൻ്റെയും വാല്യൂ ഉണ്ടായിരിക്കും. കാരണം പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ അതിനകത്ത് ഡാറ്റ ഉണ്ടോ അതായിരിക്കും, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 2 പ്രോസസ്സിനകത്ത് സെയിം ഇൻഫർമേഷൻ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ റീഡ് ചെയ്തെടുക്കുന്ന ഡാറ്റ 2 പ്രോസസ്സിനുള്ളിലും കാണും. എന്നിട്ട് ചൈൽഡ് പ്രോസസ്സ് അതിൻ്റെ സം കാൽക്കുലേറ്റ് ചെയ്ത് പാരൻറ്റ് പ്രോസസ്സിനകത്തോട്ട് സെൻഡ് ചെയ്യാണ് ഫോർ പ്രിൻറ്റിങ്. പ്രിൻറ്റ് ചെയ്യുക, അതായത് നമ്മൾ സം കാൽക്കുലേറ്റ് ചെയ്യുന്ന ചൈൽഡിലാണെങ്കിലും പ്രിൻറ്റ് ചെയ്യണത് പാരൻറ്റിലാണ്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് പാരൻറ്റ് പ്രോസസ്സ് കാൽക്കുലേറ്റ് ദ പ്രോഡക്റ്റ് ആൻഡ് സെൻഡ് ടു ചൈൽഡ് ഫോർ പ്രിൻറ്റിങ്. അപ്പം ചൈൽഡ് പ്രോസസ്സ് സം കാൽക്കുലേറ്റ് ചെയ്ത് പാരൻറ്റിന് അയക്കുന്നു. അത് കഴിഞ്ഞ് പാരൻറ്റ് പ്രിൻറ്റ് ചെയ്യുന്നു. പാരൻറ്റ് പ്രോസസ്സ് അതിൻ്റെ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ആ 2 നമ്പറിൻ്റെയും പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നേരെ ചൈൽഡിലോട്ട് പോകുന്നു. ചൈൽഡ് പ്രിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞത് 2 പ്രോസസ്സുകളിലായിട്ട് നടക്കുന്നു. അതാണ് ഈ ഇവിടുത്തെ ടാസ്ക്. അപ്പോൾ ഈ പ്രോഗ്രാമിനകത്ത് അപ്പോൾ നമുക്കറിയാം ചൈൽഡിൽ നിന്ന് പാരൻറ്റിലോട്ടും പാരൻറ്റിൽ നിന്ന് ചൈൽഡിലേക്കും 2 ഡയറക്ഷനിൽ ബൈഡയറക്ഷണൽ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം 2 പൈപ്പ് വേണം. മറ്റ് യൂണി ഡയറക്ഷൻ മാത്രമേ, ഒരു ഡയറക്ഷൻ മാത്രമേ ചൈൽഡ് ടു ചൈൽഡ് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒറ്റ പൈപ്പ് മതി. ചൈൽഡ് ടു പാരൻറ്റും പാരൻറ്റ് ടു ചൈൽഡും ചെയ്യണമെങ്കിൽ 2 പൈപ്പ് വേണം. അപ്പോൾ ചൈൽഡ് ടു പാരൻറ്റ് ഒരു പൈപ്പിലൂടെയും പാരൻറ്റ് ടു ചൈൽഡ് 2ാമത്തെ പൈപ്പിലൂടെയും, നേരത്തെ ഞാൻ പറഞ്ഞ സിപ്പ് ലൈൻ എന്ന് പറയുന്നത് 2ാമത്തെ പൈപ്പിലൂടെയാണ് ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ ഇവിടെ 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, 2 പൈപ്പ് ഡിസ്ക്രിപ്റ്റീവ് ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞ് പൈപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ ഇവിടെ വിളിച്ചിരിക്കുകയാണ്. അത് -1 ആണോ 2ഉം റിട്ടേൺ ചെയ്തിരിക്കുന്നതെന്ന് നോക്കും. ഏതെങ്കിലും ഒരെണ്ണം -1 ആണോ എടുക്കണമെങ്കിൽ പിന്നെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് റിട്ടേൺ ചെയ്ത് പോവുക. പൈപ്പ് ക്രിയേഷൻ എറർ എന്നുള്ള മെസ്സേജ് വന്ന് നോർമലി എറർ വരത്തില്ല. അത് കഴിഞ്ഞ് എന്നാലും നമ്മളിവിടെ ചെക്കിങ് നടത്തുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോസസ്സ് ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, പൈപ്പ് മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് 2 നമ്പർ റീഡ് ചെയ്ത് വയ്ക്കാൻ പറഞ്ഞു. 2 നമ്പർ N1 N2ലേക്ക് റീഡ് ചെയ്ത് വയ്ക്കുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഫോർക്ക് വിളിക്കുന്നു. ഇവിടെ ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ ഡാറ്റയും കൂടെ ഉള്ള ഒരു പുതിയൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് ചൈൽഡ് പ്രോസസ്സ്. എന്നിട്ട് ആ ചൈൽഡിൽ കയറിയിട്ട് റിസൾട്ട് ഈക്വൽ ടു N1 + N2. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ചൈൽഡ് പ്രോസസ്സ് കാൽക്കുലേറ്റ് ദെയർ സം. അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് ചൈൽഡ് പ്രോസസ്സിനകത്ത് N1 N2 കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ അതിനെ അങ്ങ് റൈറ്റ് ചെയ്യുന്നു, റിസൾട്ടിനെ പൈപ്പിലേക്ക് റൈറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നടക്കണമെന്ന് പറഞ്ഞാൽ പാരൻറ്റിൽ നിന്ന് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് തിരിച്ച് വേറൊരു പൈപ്പിലേക്ക് റൈറ്റ് ചെയ്യുന്നത് നമ്മൾ റീഡ് ചെയ്യണം. അപ്പം റൈറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞു. അടുത്ത് നമ്മൾ ചൈൽഡ് റീഡ് ഓപ്പറേഷനിൽ വെയിറ്റ് ചെയ്യണം. അപ്പോൾ റീഡ് ഓപ്പറേഷൻ ചെയ്യുന്നു. ആദ്യത്തെ പൈപ്പ് 1 P1 എന്ന് പറയുന്ന ഡിസ്ക്രിപ്റ്റർ വഴി റൈറ്റ് ചെയ്യുന്നു. P1 എന്ന ഡിസ്ക്രിപ്റ്ററിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സ് വഴി റൈറ്റ് ചെയ്യുന്നു. അടുത്ത് റീഡ് എന്ന് പറഞ്ഞാൽ P2 എന്ന് പറയുന്ന പൈപ്പിൻ്റെ 2ാമത്തെ പൈപ്പിൻ്റെ ഇൻഡെക്സ് ഡിസ്ക്രിപ്റ്റീവ് ഇൻഡെക്സ് 0 വഴി, റീഡിന് 0യും 1ന് റൈറ്റുമാണ്. അത് നമ്മുടെ എല്ലാ പ്രോഗ്രാമും അങ്ങനെയാണ്. റൈറ്റ് വഴി സെക്കൻഡ് പൈപ്പിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്ത് നമ്മൾ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് കൊണ്ടുവരുന്നു. ദെൻ അതിനെ പ്രിൻറ്റ് ചെയ്യുന്നു. ഇത്രയാണ് ചൈൽഡിനകത്ത് നടക്കേണ്ട പ്രോസസ്സ്. ഇനി പാരൻറ്റിനകത്ത് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ
റിസൾട്ട് എന്നാണ് വേരിയബിൾ ഡിക്ലെയർ. കാരണം ഇവിടെ റിസൾട്ട് ഇതിനകത്തില്ല, രണ്ടിലും ഇല്ലാത്തത് കൊണ്ടാണ് ഇതിലും റിസൾട്ട് ഡിക്ലെയർ ചെയ്തു, ഇതിനകത്തും റിസൾട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുക. ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മിസ്സിങ് ആണ്. ഉണ്ട്. റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നു, അത് കഴിഞ്ഞ് റീഡ് ഓപ്പറേഷൻ നടക്കുന്നു. റീഡ് ഓപ്പറേഷൻ കാരണം ഇതിൻ്റെ റീഡ് ഓപ്പറേഷനിലാണ് നമ്മൾ ഫസ്റ്റിൽ ഇവിടുന്ന് റൈറ്റ് വരുന്ന ഡാറ്റ ഇതിനകത്ത് വരുന്നു, ആ റിസൾട്ടിനകത്താണ് ഇരിക്കുന്നത്. അതിനെങ്ങ് പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് ചെയ്തതിന് ശേഷം ആ റിസൾട്ട് തന്നെയാണ് നമ്മൾ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പൈപ്പ് 1 വഴി റീഡ് ചെയ്യുന്നു, ഇവിടെ പൈപ്പ് 1 വഴി റൈറ്റ് ചെയ്യുന്നു, ഇവിടെ പൈപ്പ് 1 വഴി റീഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പൈപ്പ് 2 വഴി റീഡ് ചെയ്യുന്നു, ഇവിടെയും നമ്മൾ പൈപ്പ് 2 വഴി റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ പൈപ്പ് 2 വഴി റൈറ്റ് ചെയ്യുന്ന ഡാറ്റ പൈപ്പ് 1, 2 വഴി റീഡ് ചെയ്യാൻ വേണ്ടി ഈ പ്രോസസ്സർ ഇത് ആദ്യം റൺ ചെയ്ത് പോവുകയാണെങ്കിൽ ഇത് ഇവിടെ വെയിറ്റ് ചെയ്യും. കാരണം ഇതുവഴി വരുന്ന ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പം നമ്മൾ സെപ്പറേറ്റ് വെയിറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടുന്ന് റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു, അത് നേരെ പൈപ്പിലൂടെ രണ്ടാമത്തെ പൈപ്പിലൂടെ കടത്തി വിടുന്നു, അത് നമ്മൾ നേരെ ഇവിടെ റീഡ് ചെയ്യുന്നു, അത് പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഓപ്പറേഷൻ ആണ് ഇവിടെ നമ്മൾ ചെയ്യാനുള്ളത്. 2 പൈപ്പ് വഴിയുള്ള ഓപ്പറേഷനാണ് ഈ ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ ഈ പ്രോഗ്രാമിന് ഈ പൈപ്പ് എന്ന് പറയുന്ന pip.c എന്ന് പറഞ്ഞ ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം പ്രോഗ്രാമാണ്. ഇത് നമുക്കൊന്ന് റൺ ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റ് p n1 n2 ഇതിങ്ങനെ 3 സ്റ്റേറ്റ്മെൻറ്റ് എഴുതണമെന്നൊന്നുമില്ല. ഇതെല്ലാം കൂടെ ഒരു ഒറ്റ ഡിക്ലറേഷനിൽ എഴുതിയാലും മതി. p1 2, p2 2 എങ്ങനെ എഴുതിയാൽ മതി. 3 സ്റ്റേറ്റ്മെൻറ്റായിട്ട് എഴുതണമെന്നൊന്നുമില്ല. കമ്പൈൽ ചെയ്ത് നോക്കാം. എൻ്റെ 2 നമ്പേഴ്സ് കൊടുക്കുന്നു. ഞാൻ 23, 45 കൊടുക്കുന്നു. ഉണ്ടല്ലേ സം കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇതിനകത്തോട്ട് ഈ പൈപ്പിലൂടെ റൈറ്റ് ചെയ്യുന്ന ഡാറ്റ പാരൻ്റ് വന്നിട്ട് റീഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്യുന്നു. ഇവിടെ ഈ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ആദ്യം വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പാരൻ്റ് റിസൾട്ട് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ n1 n2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിനെ രണ്ടാമത്തെ പൈപ്പിലൂടെ റൈറ്റ് ചെയ്യുന്നു, അത് ചൈൽഡ് പ്രോസസ്സ് റീഡ് ചെയ്യുന്നു, അത് പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് ഔട്ട്പുട്ട് നോക്കുക. ഇപ്പോൾ ഇത്രയാണ് നമുക്ക് പൈപ്പിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് പൈപ്പ് വഴി ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പക്ഷേ ഈ പൈപ്പിനൊരു പ്രശ്നമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ 2 പ്രോസസ്സും ഒരേ ഗ്രൂപ്പ് ഐ ഡിയിൽ വരുന്ന പ്രോസസ്സുകളായിരിക്കണം. ഗ്രൂപ്പ് ഐ ഡിയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിനുള്ളിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രോസസ്സുകൾ തമ്മിൽ മാത്രമേ നമുക്ക് ഇതുവഴി പൈപ്പ് വഴി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 2 ഡിഫറൻറ്റ് ടെർമിനലിൽ വർക്ക് ചെയ്യുന്ന 2 പ്രോഗ്രാംസ് തമ്മിൽ ഒരു കാരണവശാലും ഡാറ്റ ട്രാൻസ്ഫർ നമ്മൾ ഈ പൈപ്പ് എന്ന് പറയുന്ന ടെക്നോളജി വഴി പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അത് ഒരു 2 ടെർമിനലിൽ വർക്ക് ചെയ്യുന്ന 2 പ്രോഗ്രാംസ്, ഈ പ്രോസസ്സുകൾ തമ്മിൽ ഒരു പ്രോസസ്സിൽ ക്രിയേറ്റ് ചെയ്തായിരിക്കത്തില്ല, 2 ഡിഫറൻറ്റ് പ്രോസസ്സായിട്ട് വർക്ക് ചെയ്യുന്ന പ്രോസസ്സുകൾ തമ്മിൽ എങ്ങനെയാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് നെയിംഡ് പൈപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ FIFO അല്ലെങ്കിൽ ഫയൽ. ഈ ഫയൽ ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. 3ാമത്തെ എക്സ്പെരിമെൻറ്റിൽ ലാസ്റ്റിൽ നമ്മൾ ഫയൽ ഓപ്പറേഷൻ പഠിച്ചത്. അതേ ഇത് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഫയലിൻ്റെ ഓപ്പൺ ചെയ്യുക, റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക, അതേ മെത്തേഡ് തന്നെയാണ്. ഇവിടെ നമ്മൾ നെയിംഡ് പൈപ്പ് എന്ന് പറയുന്നത് FIFO എന്ന് പറയുന്നത് ഫയൽ എന്ന് പറയുന്നത് എല്ലാം ഒരേ പേര് തന്നെ, ഒരേ കാര്യത്തിന് തന്നെയാണ് ഡിഫറൻറ്റ് പേര് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു ഫിസിക്കൽ ഫയൽ നമ്മൾ ക്രിയേറ്റ് ആവും. ത്രൂ ഫിസിക്കൽ ഫയൽ വഴിയാണ് നമ്മൾ ഈ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ 2 ടെർമിനലിൽ നടക്കുന്ന 2 പ്രോസസ്സ് തമ്മിൽ ത്രൂ എ ഫിസിക്കൽ ഫയൽ ആ ഫയൽ വഴി നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ഫയലിൻ്റെ കണ്ടൻറ്റ് നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഫയലിൻ്റെ പേര് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതേ പേരിലൊരു ഫയൽ നമ്മുടെ വർക്കിംഗ് ഡയറക്ടറിയിലോ അല്ലെങ്കിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന പാത്തിലോ ഒരു ഫയൽ ക്രിയേറ്റ് ആകുക. ത്രൂ ആ ഫയൽ വഴിയാണ് ഡാറ്റ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ നടക്കുന്നത്. ഇവിടെ നമ്മൾ നെയിംഡ് പൈപ്പ് അല്ലെങ്കിൽ FIFO ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം കോളാണ് MK FIFO എന്ന് പറയുന്നത് സിസ്റ്റം കോള്. ഇവിടെ നമ്മൾ ഒരു ഫയൽ നെയിം കൊടുക്കണം. വിത്ത് പാത്ത് ഉണ്ടെങ്കിൽ പാത്തും കൂടെ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഫയൽ നെയിം കൊടുക്കുക. ദെൻ അതിൻ്റെ മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീഡ് റൈറ്റ് മോഡ്, അതായത് യൂസറിൻ്റെയും ഗ്രൂപ്പിൻ്റെയും അതർ യൂസറിൻ്റെ റീഡ് റൈറ്റ് മോഡെന്ന് പറയുന്നത് 666 or 777. അത് റീഡ് ചെയ്യാൻ റൈറ്റ് ചെയ്യാൻ പറ്റുന്ന, ആ പൈപ്പിലൂടെ റീഡ് ചെയ്യാൻ റൈറ്റ് ചെയ്യാൻ പറ്റുന്ന മോഡിൽ വേണം ആ ഫയൽ അല്ലെ പൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ.
പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം കോളാണ് ഓപ്പൺ. അത് നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യാൻ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയലിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം കോളാണ് ഓപ്പൺ. ദെൻ റീഡ് റൈറ്റ്. നമ്മൾ ആൾറെഡി ഇതെല്ലാം നമ്മൾ ക്ലോസ്, ഇത് ഇത്രയും നമ്മൾ മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റിൽ ലാസ്റ്റിൽ പഠിച്ചത് തന്നെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു സാമ്പിൾ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിൽ, ഒരു ടെർമിനൽ റൺ ചെയ്യുന്ന പ്രോസസ്സിൽ ഒരു പൈപ്പ് വഴി, നെയിംഡ് പൈപ്പ് വഴി നമ്മൾ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുന്ന ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് തന്നെ ആ ഫയലിനെ, ആ നെയിംഡ് പൈപ്പിനെ ഞാൻ ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് മറ്റേ പ്രോസസ്സ് വഴി ആ ട്രാൻസ്ഫർ ചെയ്ത ഡാറ്റ റീഡ് ചെയ്യുന്നു. ദെൻ അതിനെ പ്രിൻ്റ് ചെയ്യുന്നു. ദെൻ ക്ലോസ് ചെയ്യുന്നു. ദെൻ ആ രണ്ടാമത്തെ പ്രോസസ്സ് വഴി വീണ്ടും വേറൊരു ഡാറ്റ റീഡ് ചെയ്യുന്നു. അത് നേരെ ആദ്യത്തെ പ്രോസസ്സിലേക്ക് സെൻഡ് ചെയ്യുന്നു. അത് ആദ്യത്തെ പ്രോസസ്സ് റീഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഓപ്പറേഷനാണ് നമ്മൾ രണ്ട് ടെർമിനലിൽ നിന്ന് റൺ ചെയ്യുന്ന പ്രോഗ്രാം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ നിന്ന് ഈ പ്രോഗ്രാമിന് ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്ത്, ഒരു പ്രോഗ്രാമിന് ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തോട്ട് റൈറ്റ് ചെയ്യാണ്. അപ്പം ഞാൻ FIFO 1.c എന്ന് പറഞ്ഞ പേരിൽ ഫസ്റ്റ് പ്രോഗ്രാമിന് റൈറ്റ് ചെയ്ത് വയ്ക്കും. ഇതിനകത്ത് നടക്കുന്നത് FIFO എന്ന് പറഞ്ഞാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഫയലിൻ്റെ പേര്. അത് നമ്മളെ വർക്കിംഗ് ഡയറക്ടറിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളിവിടെ സ്ലാഷ് ഇട്ട് പാത്ത് കൊടുക്കണം. ഇപ്പോൾ എന്തായാലും ഞാൻ ആ വർക്കിംഗ് ഡയറക്ടറിയിൽ തന്നെ അങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ആവും. ദെൻ MK FIFO എന്ന് പറയുന്ന സിസ്റ്റം കോൾ വഴി ഇതിന് ഞാൻ 06666 എന്ന് പറയുന്ന 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒക്ടൽ നമ്പർ, ഇത് ഒക്ടൽ നമ്പറാണ്. 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ കോൺസ്റ്റൻ്റ് എല്ലാം ഒക്ടൽ നമ്പറാണ്. അതിനകത്ത് മാക്സിമം 7 വരെ കൊടുക്കാൻ പറ്റുള്ളൂ, 8 പറ്റത്തില്ല. അതുകൊണ്ടാണ് 0 കൊടുത്തിരിക്കുന്നത്. നമ്മൾ അബദ്ധത്തിൽ പോലും നമ്മൾ 8ഓ 9ഓ ഒന്നും ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 0യിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 6 എന്ന് പറഞ്ഞാൽ ഓണറിൻ്റെ പെർമിഷൻ, അടുത്ത 6 എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൻ്റെത്, അടുത്ത 6 എന്ന് പറഞ്ഞാൽ അതർ യൂസേഴ്സ്. അതായത് ഈ 3 ഡിഫറെൻറ്റ് യൂസേഴ്സിനും ഇതിനെ നമുക്ക് റീഡ് റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു നെയിംഡ് പൈപ്പാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഒരു ക്യാരക്ടർ അറേ എന്നുള്ളത് നമ്മൾ മെസ്സേജ് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാനും അത് തിരിച്ച് ഈ പൈപ്പ് വഴി റീഡ് ചെയ്യുന്ന മെസ്സേജ് സ്റ്റോർ ചെയ്യാനും വേണ്ടി നമ്മളൊരു ക്യാരക്ടർ അറേ, 100 ലൊക്കേഷനുള്ള ഒരു ക്യാരക്ടർ അറേ നമ്മൾ യൂസ് ചെയ്യുന്നു. ദെൻ FD ഓപ്പൺ നിങ്ങൾക്കറിയാം, നമ്മൾ ആദ്യം പഠിച്ച സിസ്റ്റം കോളാണ്. ഓപ്പൺ വെച്ചിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടർ പോയിൻ്റർ, ഇവിടെ നമ്മൾ ക്യാരക്ടർ പോയിൻ്റർ തന്നെ കൊള്ളണമെന്നില്ല, ഇവിടെ നമുക്ക് ക്യാരക്ടർ അറേ കൊടുക്കാലും മതി. ഇവിടെ ഞാനൊരു ക്യാരക്ടർ പോയിൻ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ക്യാരക്ടർ പോയിൻ്റർ, ഈ നെയിം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ അറേ അതിവിടെ കൊടുക്കുക. ദെൻ അതിന് ഞാൻ റൈറ്റ് ഓൺലി മോഡിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. കാരണം ഇതിനകത്തോട്ട് റൈറ്റ് ചെയ്യാണ്, ഈ പൈപ്പ് വഴി റൈറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഞാൻ കീബോർഡ് വഴി ഒരു സ്ട്രിങ് റീഡ് ചെയ്യാണ്. ഇവിടെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ \n കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്പേസ് ഉൾപ്പെടെയുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാം. അണ്ടിൽ \n നമ്മൾ എൻ്റർ കീ ഞെക്കുന്നവരെയുള്ള മാക്സിമം 100 ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡിങ് സ്പേസ് അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ %s മാത്രം കൊടുത്തു കഴിഞ്ഞാൽ സ്പേസ് വരുന്ന 2 സ്ട്രിങ്ങിൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ടെങ്കിൽ ആദ്യത്തെ സ്പേസിന് മുന്നേ ഉള്ള സ്ട്രിങ് മാത്രമേ എടുക്കുകയുള്ളൂ, ബാക്കി കളയും. അപ്പോൾ ഇൻക്ലൂഡിങ് സ്പേസ് ഉള്ള ഒരു സെൻറ്റൻസ് നമുക്ക് റീഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി. അത് റീഡ് ചെയ്യുന്നു. ദെൻ അതിനെ റൈറ്റ് ചെയ്യുന്നു, ഫയലിന് അകത്തോട്ട്, ഈ നെയിംഡ് പൈപ്പിനകത്തോട്ട് റൈറ്റ് ചെയ്യുന്നു. ഇത് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സക്സസ്ഫുള്ളി ഓപ്പൺ ആണെങ്കിൽ ഒരു ഫയൽ ഡിസ്ക്രിപ്റ്റർ നമ്പർ കിട്ടുക. നമ്മൾ ഫയലിൽ പഠിച്ച അതേ ഇത് തന്നെയാണ്. ആ ഡിസ്ക്രിപ്റ്റ് നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. ദെൻ റൈറ്റ് ചെയ്യേണ്ട സ്ട്രിങ് ഇവിടെ തന്നെയാണ് കൊടുക്കുന്നത്. ദെൻ അതിൻ്റെ ലെങ്ത് +1 കൊടുക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്ട്രിങ്ങിൻ്റെ എൻഡിൽ ഒരു നള്ള് വേണം. അപ്പം നള്ളും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് +1 കൊടുക്കേണ്ടത്. ദെൻ അതിനെ അങ്ങ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതിന് നെയിംഡ് പൈപ്പിനേക്ക്, അതായത് നമ്മൾ FIFO എന്ന് പറയുന്ന നെയിംഡ് പൈപ്പിനകത്തേക്ക് റൈറ്റ് ചെയ്യും. ഇതാണ് റൈറ്റ് ഓപ്പറേഷൻ. ദെൻ ഇനി അടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അങ്ങ് ക്ലോസ് ചെയ്യാണ്. ആ പൈപ്പിനെ അങ്ങ് ക്ലോസ് ചെയ്യുന്നു. പക്ഷേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പൈപ്പ് ഫയൽ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ദെൻ അതിനെ വീണ്ടും ഞാൻ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുന്നു. റീഡ് മോഡിൽ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തിരിക്കുന്ന ഡാറ്റ നമ്മൾ റീഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ സെയിം പ്രോസസ്സിൽ നിന്നല്ല റീഡ് ചെയ്യുന്നത്, മറ്റൊരു പ്രോസസ്സിൽ നിന്ന് വരുന്ന ഡാറ്റയാണ് നമ്മളിവിടെ റീഡ് ചെയ്തെടുക്കുന്നത്. ഇത് അതിൻ്റെ എൻഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പ്രോസസ്സിൽ അതിനെ റീഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്യും.
ദെൻ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡാറ്റ നമ്മളിത് എവിടെ നിന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തിട്ട് അതിനെ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുന്നു. റീഡ് മോഡിൽ ഓപ്പൺ ചെയ്തിട്ട് അതിനെ നമ്മൾ റീഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ട് ഫയൽ ഡിസ്ക്രിപ്റ്റർ വഴി റീഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വഴി റീഡ് ചെയ്ത് വയ്ക്കുന്നു. ദെൻ അതിനെ പ്രിൻ്റ് ചെയ്യുന്നു. ഈ ഓപ്പറേഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇത് ഒരു ടെർമിനലിൽ ഞാൻ ഇത് ഓപ്പൺ ചെയ്തു. അടുത്ത ടെർമിനലിൽ ഞാൻ ഈ പ്രോഗ്രാമിനെയും കൂടെ വയ്ക്കുന്നത്. രണ്ട് ഡിഫറൻറ്റ് ടെർമിനൽ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഒരു സെയിം ടെർമിനലിൽ ഒരു പ്രോസസ്സിലും ഇത് വർക്ക് ചെയ്യും, ഒരു ഗ്രൂപ്പ് ഐ ഡിയിലും വർക്ക് ചെയ്യും. രണ്ട് ഇവിടെ നമ്മൾ ഫോർക്ക് ചെയ്തിട്ട് അടുത്ത പ്രോഗ്രാം ഇതിനകത്ത് എഴുതിയാലും മതി. ഇതിപ്പോൾ ഞാൻ രണ്ട് ടെർമിനലായിട്ട് ചെയ്യുന്നു. അത് നമുക്ക് അടുത്ത ടെർമിനലിൽ നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിനെ സേവ് ചെയ്ത് എക്സിറ്റ് ചെയ്ത് കമ്പൈൽ ചെയ്യുകയാണ്. ഇതിന് ഒരു ഔട്ട്പുട്ട് ഫയലിൻ്റെ പേര് കൊടുക്കുക. കാരണം രണ്ട് ടെർമിനലിൽ നിന്ന് രണ്ട് പ്രോഗ്രാം റൺ ചെയ്യുന്നതുകൊണ്ട് രണ്ട് പ്രോഗ്രാമിന് ഡിഫറെൻറ്റ് പേരായിരിക്കണം. അല്ലെങ്കിൽ രണ്ട് ഔട്ടായി കഴിഞ്ഞാൽ ഒരേ പ്രോഗ്രാം ആയിരിക്കും റൺ ചെയ്യുന്നത്. FIFO 1 എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത പ്രോഗ്രാമിനെടുത്ത് അടുത്ത ടെർമിനലിൽ വയ്ക്കാം. ഇതിനകത്ത് FIFO 2 എന്ന് പറയുന്ന പേരിൽ ഞാൻ രണ്ടാമത്തെ പ്രോഗ്രാമിനെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം നെയിംഡ് പൈപ്പിൽ നിന്ന് വരുന്ന ഡാറ്റ റീഡ് ചെയ്യുന്നു, പ്രിൻ്റ് ചെയ്യുന്നു. ദെൻ അതിനെ ക്ലോസ് ചെയ്യുന്നു. ദെൻ അടുത്ത പൈപ്പ് വീണ്ടും റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് ദെൻ റൈറ്റ് ചെയ്യുന്നു. ആ ഡാറ്റ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തിട്ട് ദെൻ റൈറ്റ് ചെയ്യുന്നു. ഇത് മറ്റേതിൻ്റെ നേരെ റിവേഴ്സ്. ആദ്യം മറ്റേ റൈറ്റ് ചെയ്യായിരുന്നു, ദെൻ റീഡ് ചെയ്യായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ ആദ്യം റൈറ്റ് ചെയ്യണം. ഉണ്ടല്ലേ, ഇത് ആദ്യം റൈറ്റ് ചെയ്യുന്നു, റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമ്മൾ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുന്നു. ദെൻ കീബോർഡിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുന്നു, അതിനെ റൈറ്റ് ചെയ്യുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ കണ്ടൻറ്റ് റീഡ് ചെയ്യുന്നു, പൈപ്പിൽ നിന്ന് റീഡ് ചെയ്യുന്നു. ദെൻ അതിനെ പ്രിൻ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇതിനെ ക്ലോസ് ചെയ്യുന്നു, ഇവിടെയും ക്ലോസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് രണ്ടാമത്തെ പ്രോഗ്രാമാണ് FIFO 2 എന്ന് പറയുന്നത്. ഇതിനകത്ത് ആ റീഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ആ പൈപ്പിനെ നമ്മൾ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യുന്നു. കീബോർഡിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുന്നു. ദെൻ ആ പൈപ്പിലേക്ക് റൈറ്റ് ചെയ്യുന്നു. റൈറ്റ് ചെയ്യുന്നത് ആദ്യത്തെ പ്രോഗ്രാമിൽ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുന്നു, അതിനെ പൈപ്പിനെ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുന്നു. ആ പൈപ്പിലെ കണ്ടൻറ്റ് റീഡ് ചെയ്യുന്നു, ദെൻ പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ട് പ്രോഗ്രാമാണ്. രണ്ടായിട്ട് റൺ ചെയ്ത് നോക്കാം. ഇതിനെ കമ്പൈൽ ചെയ്യാൻ അപ്പോൾ ഇത് FIFO 1 ഇത് FIFO 2 എന്നാണ് എക്സിക്യൂട്ടർ ഫയലിൻ്റെ പേര്. അപ്പോൾ ഞാനിത് ആദ്യം FIFO 1 റൺ ചെയ്യാണ്. റൺ ചെയ്ത് നിൽക്കുകയാണ്. ഞാനിതുപോലെ FIFO 2 ഇവിടെ റൺ ചെയ്ത് നിർത്തുകയാണ്. റൺ ചെയ്യുക. ഞാനിവിടെ ആദ്യത്തെ മെസ്സേജ് കൊടുക്കുന്നു, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് കണ്ടില്ലേ, യൂസർ 1 നിന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത മെസ്സേജ് യൂസർ 2 പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ഈ യൂസർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം. അതിനകത്തുനിന്ന് യൂസർ 1 നിന്ന് വന്ന മെസ്സേജ് എന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് സെൻഡ് ചെയ്യുന്ന മെസ്സേജ് ഇവിടെ യൂസർ 2 എന്ന് കാണിക്കും. ഇവിടെ നിന്ന് ഞാനൊരു മെസ്സേജ് S4CSC എന്നുള്ള മെസ്സേജ് കാണില്ലേ. ഇവിടെ നമ്മൾ യൂസർ 2 നിന്ന് സെൻഡ് ചെയ്ത മെസ്സേജ് ഇവിടെ യൂസർ 2 എന്ന് പറഞ്ഞിട്ട് വന്നു S4CSC. അപ്പോൾ ഈ രണ്ട് ഡിഫറൻറ്റ് ടെർമിനലിൽ വർക്ക് ചെയ്യുന്ന രണ്ട് ഡിഫറൻറ്റ് പ്രോഗ്രാംസിനകത്തേക്ക് നമുക്ക് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ വഴി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ MyFIFO എന്ന് പറഞ്ഞൊരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫയൽ വഴിയാണ് നമ്മൾ ഈ ട്രാൻസ്ഫർ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഈ പ്രോഗ്രാം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അടുത്ത മെത്തേഡാണ് ഷെയർഡ് മെമ്മറി. ഇത് നിങ്ങൾക്ക് സിലബസിൽ മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിരിക്കുന്ന എക്സ്പെരിമെൻ്റാണ്. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ ഷെയർഡ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഫയൽ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിനകത്തൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും.
അത് കുറച്ച് ഡിലേ ഉള്ളതാണ്. കാരണം സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ഓപ്പറേഷനിൽ എപ്പോഴും ഡിലേ ഉള്ളതാണ്. കാരണം അത് മെക്കാനിക്കൽ ഡിവൈസ് വരുന്നതാണ്, ഒരു ഡിലേ ഉള്ളതാണ്. സെക്കൻഡറി സ്റ്റോറേജ് പോലെ അല്ല പ്രൈമറി സ്റ്റോറേജ്. പ്രൈമറി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റസ്റ്റ് ആണ്, അത് റാമിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഈ ഷെയർഡ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു റാമിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നൊരു മെമ്മറിയാണ്. ആ മെമ്മറി വഴിയാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഐ ഡിയിൽ വരുന്ന പ്രോസസ്സുകൾ തമ്മിൽ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നൊരു കമ്മ്യൂണിക്കേഷൻ ചാനലാണ് ഷെയർഡ് മെമ്മറി. ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്, ഇത് കേണലിലാണ് നമ്മൾ മെമ്മറി ക്രിയേറ്റ് ആവുന്നത്. റാമിൽ നമ്മൾ കേണലാണ് മെമ്മറി ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നത്. ത്രൂ കേണൽ വഴിയാണ് ഈ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. ത്രൂ റാം ആയതുകൊണ്ട് ഫാസ്റ്റസ്റ്റ് മെത്തേഡാണിത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾ എന്നുണ്ട് ക്രിയേറ്റ്. ആദ്യം ഇത് പ്രൊസീജിയർ ഇതാണ്, ക്രിയേറ്റ് എ ഷെയർഡ് മെമ്മറി. ആദ്യം ഷെയർഡ് മെമ്മറി ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്ത ഷെയർഡ് മെമ്മറിയെ നമ്മുടെ പ്രോസസ്സിലേക്ക് അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുക, എന്നിട്ട് ഡിറ്റാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഷെയർഡ് മെമ്മറി ക്ലിയർ ചെയ്യുക. ഇത്രയും ഓപ്പറേഷനാണ് ഇതിനകത്ത് നമുക്ക് അറിയണം. കാരണം മെമ്മറി ഒരിക്കലും നമുക്ക് വേസ്റ്റ് ആക്കാൻ പാടില്ല. നമ്മളെ യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെമ്മറി ക്ലിയർ ചെയ്ത് കളയണം. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷനാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആദ്യത്തെ സിസ്റ്റം കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SHM ഗെറ്റ്. SHM ഗെറ്റ് എന്ന് പറഞ്ഞാൽ ആ ഹെഡർ, അത് കിടക്കുന്ന ഹെഡർ എന്ന് SHM സ്വിസ്സിൽ SHM എന്ന് പറയുന്ന ഹെഡറിനകത്താണ് കിടക്കുന്നത്. ഇത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. നമ്മൾ ഹെഡർ ഫയലിനകത്ത് SHM എന്ന് പറയുന്ന .h എന്ന് പറയുന്ന ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഇത് SHM ഗെറ്റ്. ഈ SHM ഗെറ്റ് എന്ന് പറയുന്ന സിസ്റ്റം കോളിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ആദ്യം നമ്മൾ കൊടുക്കേണ്ട ഒരു അൺസൈഡ് കീ. ഈ കീ വെച്ചിട്ടാണ് നമ്മൾ ഷെയർഡ് മെമ്മറിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓരോ ഷെയർഡ് മെമ്മറിക്കും ഓരോ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറുണ്ട്. നമ്മൾ ഫയൽ ഡിസ്ക്രിപ്റ്റീവ് നമ്പർ പറഞ്ഞതുപോലെ ഇതിനകത്തും ഒരു ഷെയർഡ് മെമ്മറി ഐഡൻറ്റിഫിക്കേഷൻ നമ്പറുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് നമ്പറുണ്ട്. ആ നമ്പർ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ഈ ഷെയർഡ് മെമ്മറിനെ അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഷെയർഡ് മെമ്മറിയുടെ ID കിട്ടണമെങ്കിൽ നമ്മളിവിടെ ഒരു കീ നമ്പർ കൊടുക്കണം. ആ കീ നമ്പർ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സുകളെല്ലാം സെയിം കീ നമ്പർ തന്നെ യൂസ് ചെയ്യണം. ഈ ഷെയർഡ് മെമ്മറി യൂസ് ചെയ്യുന്ന പ്രോസസ്സുകളെല്ലാം സെയിം കീ നമ്പർ തന്നെ കൊടുക്കണം. ദെൻ ആ ഷെയർഡ് മെമ്മറിക്ക് വേണ്ട സൈസ്, എത്ര ബൈറ്റ് മെമ്മറിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, എത്ര ബിറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്, ബിറ്റ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ 1 കിലോ ബിറ്റ് അല്ല, എത്ര ബൈറ്റാണ് വേണ്ടത്, 1 കിലോ ബൈറ്റാണ് വേണ്ടതെങ്കിൽ നമ്മൾ 1024 അല്ലെങ്കിൽ 1000 എന്നുള്ള കൊടുക്കുക കഴിഞ്ഞാൽ 1 KB ആയിരിക്കും നമ്മൾ ഡാറ്റ സൈസ് ഇതിനകത്ത് വരുന്നത്. ദെൻ അതിൻ്റെ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് 0666 എന്ന് പറയുന്ന ഫ്ലാഗ്, അതായത് നമ്മൾ റീഡ് റൈറ്റ് മോഡ്. ദെൻ ഇതിനകത്ത് ഒരെണ്ണം കൂടെ കൊടുക്കണം. SHM ഗെറ്റിനകത്ത് ഇങ്ങനെ ഒരു ഷെയർഡ് മെമ്മറി ആൾറെഡി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റീഡ് റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യുന്നു, ഇല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനും കൂടെ പറയണം. അതിനെ നമ്മൾ ഈ ഫ്ലാഗിൻ്റെ കൂടെ പൈപ്പ് ഇട്ടിട്ട് IPC_create എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻറ്റ് ഫ്ലാഗുണ്ട്, ആ ഫ്ലാഗ് കൂടെ കൊടുക്കുക. IPC_create ഇവിടെ കിടപ്പുണ്ട്. ഈ IPC_create, അതായത് ഇങ്ങനെ ഒരു ഷെയർഡ് മെമ്മറി ഇല്ലെങ്കിൽ 1 2 3 4 5 6 എന്ന് പറയുന്ന കീ നമ്പറിലുള്ള ഒരു ഷെയർഡ് മെമ്മറി ഇല്ല എങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ അത് ഫെയിലിയർ ആവും. അപ്പം ഇത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഷെയർഡ് മെമ്മറി ID ആണ് റിട്ടേൺ ചെയ്യുന്നത്. ആ ID ആണ് നമ്മൾ പിന്നെ യൂസ് ചെയ്യണം, അറ്റാച്ച് ചെയ്യാൻ നേരത്ത് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഷെയർഡ് മെമ്മറി ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ അതിന് അപ്പോൾ ഈ ആർഗ്യുമെൻറ്റ് മനസ്സിലായി കാണും. അത് കഴിഞ്ഞ് അറ്റാച്ച് ചെയ്യുക. രണ്ടാമത്തെ സിസ്റ്റം കോൾ എന്ന് പറഞ്ഞാൽ SHM-AT. അത് നമ്മൾ ഏത് പ്രോസസ്സിലാണ് നമുക്ക് ഷെയർഡ് മെമ്മറി വേണ്ടത്, ആ പ്രോസസ്സിനകത്തായിട്ട് നമ്മൾ ഈ ഷെയർഡ് മെമ്മറി അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇതിനകത്ത് നമ്മൾ ഫസ്റ്റിലെ നമ്മൾ ID, ഈ SHM ഗെറ്റ് കിട്ടിയ സമയത്ത് ഒരു ഷെയർഡ് മെമ്മറി ID കിട്ടിക്കാണ്. അത് കീ നമ്പർ വെച്ച് ജനറേറ്റ് ചെയ്യുന്നൊരു ID ആണ്. ആ ID ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഒരു കാരണവശാലും ഇത് മാറിപ്പോകാൻ പാടില്ല. മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കത്തില്ല. അത് SHM ID ഇവിടെ കൊടുക്കുക. അത് കഴിഞ്ഞ് കോൺസ്റ്റൻറ്റ് വോയിഡ് സ്റ്റാർ SHM അഡ്രസ്സ്, ഇവിടെ നമ്മൾ ഒരു അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഷെയർഡ് മെമ്മറി അഡ്രസ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഡീഫോൾട്ട് നമ്മളൊരു 0 കൊടുത്താൽ മതി. 0 കൊടുത്തു കഴിഞ്ഞാൽ OS ഓട്ടോമാറ്റിക്കലി ഒരു അഡ്രസ്സ്, ഫ്രീ സ്പേസിലുള്ളൊരു അഡ്രസ്സ് നമ്മൾ അത് ഇങ്ങോട്ട് അലോക്കേറ്റ് ചെയ്ത് തരും. അല്ലെങ്കിൽ നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്ന അഡ്രസ്സ് ചിലപ്പോൾ മാറിപ്പോവും, വേറെ ഏതെങ്കിലും ലൊക്കേഷൻ ആയിപ്പോവും. അതുകൊണ്ട് നോർമലി വോയിഡ് സ്റ്റാർ 0 കൊടുത്താൽ മതി. ദെൻ SHM ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇനിഷ്യൽ ആക്സസ് പെർമിഷൻ ആണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. അത് നോർമലി 0 ആണ് കൊടുത്താൽ. അപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ ആർഗ്യുമെൻറ്റ് രണ്ടാമത്തെ മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് 0 ആണ് 0 കൊടുത്താൽ മതി.
അത് കഴിഞ്ഞ് SHM-CTL. SHM-CTL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂസ് ചെയ്ത ഷെയർഡ് മെമ്മറിയെ നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നൊരു സിസ്റ്റം കോളാണ് SHM-CTL. നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം, കാരണം അല്ലെങ്കിൽ മെമ്മറി വേസ്റ്റേജ് വരും. അപ്പോൾ ഈ SHM-CTL എന്ന് പറയുന്ന സിസ്റ്റം കോളിനകത്ത് കൊടുക്കുന്നത് ഇതാണ് ഇതിൻ്റെ സിൻടാക്സ്. അതിനകത്ത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഗെറ്റ് ചെയ്ത സമയത്ത് ഒരു ഷെയർഡ് മെമ്മറി ID വന്നിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതേ ID തന്നെ നമ്മളിവിടെ ഡിറ്റാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ നേരത്ത് കൊടുക്കുന്ന SHM ID. ദെൻ IPC_RMID റിമൂവ് ID ചെയ്യാൻ വേണ്ടി IPC_RMID ദെൻ നൾ. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ആ ക്രിയേറ്റ് ചെയ്ത ഷെയർഡ് മെമ്മറി റിമൂവ് ആവും. അത് നമ്മൾ കംപ്ലീറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന് ആ ഷെയർഡ് മെമ്മറി ആവശ്യമില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ആ ഷെയർഡ് മെമ്മറി ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം കോളാണ് ഇത്. ഇനി നമുക്കിവിടെ ഒരു പ്രോഗ്രാം നോക്കാം. ഇവിടെ നമ്മൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ രണ്ട് പ്രോസസ്സ് തമ്മിലാണ്. ഇവിടെ ഒരു ചൈൽഡ് പ്രോസസ്സ് ആദ്യമേ ക്രിയേറ്റ് ചെയ്യുന്നു. ചൈൽഡ് പ്രോസസ്സിനകത്ത് വന്നിട്ട് നമ്മളൊരു ഷെയർഡ് മെമ്മറി ക്രിയേറ്റ് ചെയ്യുക. 1 2 3 4 5 6 എന്ന് പറയുന്ന കീ വാല്യൂ ഉള്ളൊരു ഷെയർഡ് മെമ്മറി SHM ഗെറ്റ് എന്ന് പറയുന്ന ഷെയർഡ് മെമ്മറി സിസ്റ്റം കോൾ വഴി ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 1024 ബൈറ്റ് 1 KB ബൈറ്റുള്ള 1 KB ഉള്ള ഒരു മെമ്മറിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ ഇതാണ് 066 റീഡ് റൈറ്റ് ആണ്. ഇല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക IPC_create. ദെൻ ഇതിനെ അങ്ങ് അറ്റാച്ച് ചെയ്യാണ്, SHM അറ്റാച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്യാരക്ടർ പോയിൻ്റർ അറയിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. കാരണം മെമ്മറി ഓപ്പറേഷൻ എപ്പോഴും പോയിൻ്റർ ആയിരിക്കണം. അപ്പം പോയിൻ്റർ അറയിലേക്ക് ക്യാരക്ടർ പോയിൻ്റർ *STR എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ പോയിൻ്ററാണ്. ഈ പോയിൻ്ററിലേക്ക് ഇതിനെ അങ്ങ് SHM അറ്റാച്ച്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ഇവിടെ കൊടുത്തൊരു ID ഷെയർഡ് മെമ്മറി ID. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു സെക്കൻഡും തേർഡും ആർഗ്യുമെൻറ്റ് 0 കൊടുക്കുക. അതിനെ void സ്റ്റാർ വെച്ചിട്ട് കാസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഈ ടോട്ടലി ഈ SHM അറ്റാച്ച് ചെയ്ത് വരുന്ന പോയിൻ്ററിനെ ക്യാരക്ടർ പോയിൻ്ററിലേക്ക് മാറ്റിയിട്ട് ഈ സ്ട്രിങ്ങിലേക്ക് അസൈൻ ചെയ്യുക. ഇതിൻ്റെ സിൻടാക്സ് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നത് ക്യാർ സ്റ്റാർ ഒരു പോയിൻ്റർ വേരിയബിൾ *char കാസ്റ്റിംഗ് പോയിൻ്ററിലേക്ക് ക്യാരക്ടർ പോയിൻ്റിലേക്ക് കാസ്റ്റ് ചെയ്യുക. ദെൻ SHM-80 എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുക. അതിനകത്ത് ഫസ്റ്റിൽ കൊടുക്കേണ്ട പാരാമീറ്റർ SHM ഗെറ്റ് റിട്ടേൺ ചെയ്ത ID കൊടുക്കുക. ദെൻ void *0 ദെൻ 0 ഇങ്ങനെ വേണം കൊടുക്കേണ്ടത്. അപ്പം ഈ ഷെയർഡ് മെമ്മറി ഈ പോയിൻ്റർ മെമ്മറിയിലേക്ക് അറ്റാച്ച് ചെയ്യും. ഇനി ഞാൻ ചെയ്യണമെന്നുള്ള ഒരു സ്ട്രിങ് റീഡ് ചെയ്യാൻ പറയുന്നു. ഒരു കീബോർഡിൽ നിന്ന് ഒരു സ്ട്രിങ് റീഡ് ചെയ്യാൻ പറയുന്നു. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ \n എന്നിവരുള്ള സ്ട്രിങ് റീഡ് ചെയ്യുന്നു. അതിന് STR എന്ന് പറഞ്ഞാൽ ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്ന വേരിയബിളിലോട്ടാണ് സ്ട്രിങ് റീഡ് ചെയ്ത് കയറ്റുന്നത്. അപ്പോൾ ഈ വേരിയബിൾ ഓൾറെഡി ഒരു ഷെയർഡ് മെമ്മറിയിലാണ് ഇരിക്കുന്നത്. ഈ കണ്ടൻറ്റ് നേരെ ഷെയർഡ് മെമ്മറിക്കകത്തോട്ടാണ് പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പം സ്ട്രിങ് റിട്ടേൺ നമ്മൾ റീഡ് ചെയ്യുന്ന സ്ട്രിങ് നേരെ ഷെയർഡ് മെമ്മറിക്കകത്തായിട്ടാണ് റൈറ്റ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് സ്ട്രിങ് റിട്ടേൺ ഇൻ മെമ്മറി ഈസ് എന്ന് പറഞ്ഞിട്ട് ഈ സ്ട്രിങ്ങിനെ അങ്ങ് പ്രിൻറ്റ് ചെയ്യുകയാണ്. നമ്മൾ റീഡ് ചെയ്ത സ്ട്രിങ്ങിനെ അതിനകത്തോട്ട് ഒന്നുകൂടെ അങ്ങ് പ്രിൻറ്റ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ അത് ഇരിക്കുന്നത് ഷെയർഡ് മെമ്മറിക്കുള്ളിലാണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ ഈ ഷെയർഡ് മെമ്മറിയിലോട്ട് ഈ ക്യാരക്ടർ പോയിൻറ്റിനെ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുകയാണ്. അതിന് മാക്സിമം 1 KB സൈസ് ഉണ്ട്. ഒരു സ്ട്രിങ് ആണ് കൊടുക്കുന്നത്. അതിനകത്തോട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൈൽഡ് പ്രോസസ്സിനകത്ത് നടക്കുന്ന കാര്യമാണ്. ഇനി പാരൻറ്റ് പ്രോസസ്സിനകത്ത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വെയിറ്റ് ചെയ്യണം. ചൈൽഡ് പ്രോസസ്സ് കാരണം അത് മെമ്മറി ഓപ്പറേഷനാണ്. അത് വെയിറ്റ് ചെയ്ത് നിൽക്കണം. കാരണം ഇത്തിരി കീബോർഡിൽ നിന്ന് റീഡ് ചെയ്ത് റൈറ്റ് ചെയ്യാനുണ്ട്. ഇല്ലെങ്കിൽ പാരൻറ്റ് കണ്ടിന്യൂ. പാരൻറ്റ് പൈപ്പ് ആണെങ്കിൽ മാത്രമേ വെയിറ്റ് ചെയ്ത് നിൽക്കുകയുള്ളൂ. ഇത് പൈപ്പ് അല്ലാത്തതുകൊണ്ട് ഷെയർഡ് മെമ്മറിയാണ്. ഷെയർഡ് മെമ്മറിക്ക് വേണ്ടിയിട്ട് ഇത് വെയിറ്റ് ചെയ്ത് നിൽക്കത്തില്ല. അപ്പോൾ അത് ഈ ചൈൽഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഏത് പ്രോസസ്സിൽ നിന്നാണ് റീഡ് റൈറ്റ് ചെയ്ത് വെക്കേണ്ടത് ആ പ്രോസസ്സ് ക്ലോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്ത ഓപ്പറേഷൻ ചെയ്യേണ്ട ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ചൈൽഡ് ക്ലോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പാരൻറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ റൈറ്റ് ഓപ്പറേഷൻ നടത്തുന്നത് ചൈൽഡാണ്. പാരൻറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വെയിറ്റ് എപ്പോഴും പാരൻറ്റിലേ നടക്കുള്ളൂ, ചൈൽഡിനകത്ത് നടക്കത്തില്ല. അപ്പം ചൈൽഡിൽ റൈറ്റും പാരൻറ്റിൽ റീഡുമാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് റീഡ് ചെയ്യുന്ന ഡാറ്റ റൈറ്റ് ചെയ്ത് ഷെയർഡ് മെമ്മറിക്കകത്തിരിക്കും. ഇനി ഷെയർഡ് മെമ്മറിക്കകത്ത് വന്നിട്ട് എന്താണ് പാരൻറ്റിനകത്ത് വന്നിട്ട് നമ്മൾ വീണ്ടും ഒരു ഷെയർഡ് മെമ്മറി സെയിം പ്രോസസ്സിൽ തന്നെയാണ് നമ്മൾ സെയിം കീ വാല്യൂവിൽ തന്നെയാണ് SHM ഗെറ്റ് വെച്ച് റീഡ് ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻ സെയിം തന്നെയാണ്.
അതിനൊരു ഐ ഡി റിട്ടേൺ ചെയ്യും. അതിന് ഞാൻ വീണ്ടും എസ് എന്ന് പറയുന്ന സ്ട്രിങ്ങില്ല, ഇവിടെ STR ആയിരുന്നു, ഇവിടെ ഞാൻ എസ് എന്ന് പറയുന്ന സ്ട്രിങ് ക്യാരക്ടർ പോയിന്റിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. സെയിം ഫങ്ഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഡിഫറൻസ് ഒന്നുമില്ല. അറ്റാച്ച് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഈ ഐ ഡിയാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ഐ ഡി അറ്റാച്ച് ചെയ്യുന്നു. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ എസ്സിനകത്ത് നമ്മളിവിടെ റൈറ്റ് ചെയ്ത സ്ട്രിങ് അതുപോലെ എസ്സിനകത്ത് കിട്ടും. കാരണം രണ്ട് യൂസ് ചെയ്യുന്ന ഒരേ മെമ്മറി ലൊക്കേഷനാണ് രണ്ട് സ്ട്രിങ്ങിനെയും പോയിൻ്റ് ചെയ്യുന്നത്. ആ സ്ട്രിങ്ങിനെ നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് SHMCTL എന്നുള്ള ഫംഗ്ഷൻ വെച്ചിട്ട് അതിനെ അങ്ങ് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഷെയർഡ് മെമ്മറി. ഇത് ഈ പ്രോഗ്രാമിനൊന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഈ പ്രോഗ്രാമിനെ ഞാൻ കോപ്പി ചെയ്തിട്ട് SHM എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനകത്തോട്ട് C ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സെയിം പ്രോഗ്രാമാണ്. എന്നെ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ആണല്ലേ. ഓക്കെ, സ്ട്രിങ് റിട്ടേൺ ഇൻ മെമ്മറി ഈസ്, അത് നമ്മുടെ ചൈൽഡ് പ്രോസസ്സിൽ നിന്ന് വരുന്ന മെസ്സേജാണ്. സ്ട്രിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്ലാബ് ഞാൻ ടൈപ്പ് ചെയ്ത മെസ്സേജ്. അത് നമ്മൾ പാരൻറ്റ് പ്രോസസ്സിനകത്ത് റീഡ് ചെയ്തിട്ട് അതുപോലെ അങ്ങ് പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിപ്പോൾ ഒരു ഗ്രൂപ്പ് ഐഡിയിലുള്ള ഒരു പ്രോസസ്സിനുള്ളിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സബ് പ്രോസസ്സ് വഴി ചെയ്ത പ്രോഗ്രാമാണ്. ഇതിനെ നമുക്ക് രണ്ട് ടേബിളിൽ വെച്ച് ചെയ്ത് നോക്കാം. രണ്ട് ടേബിളിലായിട്ട് രണ്ട് പ്രോഗ്രാമായിട്ട് റൈറ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു പ്രോഗ്രാമിനെ SHM റൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിനെ റൈറ്റ് പോർഷൻ, അതായത് നമ്മൾ ചൈൽഡിൽ നടക്കുന്ന പോർഷൻ എല്ലാം കൂടെ എടുത്ത് ഒരു ഇതിനകത്ത് വെച്ചു. ഇതിനകത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ഇതിനകത്ത് വെച്ചു. ഈ SHM write.c എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്ത് വെച്ചു. ഇതിനകത്ത് നടക്കുന്ന ഒരു ഷെയർഡ് മെമ്മറി ക്രിയേറ്റ് ചെയ്ത് ഇതിനെ അറ്റാച്ച് ചെയ്യുന്നു. കീബോർഡിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുന്നു. കീബോർഡിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുന്നു. ഇത്രയും ഓപ്പറേഷൻ. ഈ റീഡ് ചെയ്തിരിക്കുന്ന ഡാറ്റ ഓട്ടോമാറ്റിക്കലി ഷെയർഡ് മെമ്മറിക്കകത്താവും. അതായത് പ്രോസസ്സ് ഈ ഷെയർ മെമ്മറി ഈ കീ വെച്ചിട്ടൊരു ഷെയർഡ് മെമ്മറി ക്രിയേറ്റ് ചെയ്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ടോ, ആ അറ്റാച്ച് ചെയ്ത പ്രോസസ്സിന് ഈ മെമ്മറി ആക്സസബിൾ ആയിരിക്കും. അപ്പോൾ ഇത് റൈറ്റ് എന്നുള്ള ഇതിൽ ഞാൻ ഇത് ചെയ്തു. അടുത്ത് വേറൊരു പ്രോഗ്രാം റീഡിനകത്തും ചെയ്ത് നോക്കാം. പിന്നെ കമ്പൈൽ ചെയ്യാണ്. SHM പിന്നെ ഔട്ട്പുട്ട് ഫയൽ, കാരണം രണ്ട് ടെർമിനലിൽ നിന്നാണ് റൺ ചെയ്യുന്നത്. SHM റൈറ്റ് എന്ന പേരിൽ റൈറ്റ് ചെയ്തു. ഇനി ഞാൻ റീഡിന് വേണ്ടിയിട്ട് ഒരെണ്ണം എഴുതുകയാണ്. അതിൻ്റെ പാരൻ്റ് ഓപ്പറേഷൻ ആണ് ഞാനിവിടെ റീഡിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇത് വേണ്ട, ആദ്യത്തെ അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ കീ ID കൊടുത്തിട്ട് 1 2 3 ഈ നമ്പർ തെറ്റിപ്പോകരുത്, ഈ കീ നമ്പർ മാറിപ്പോകരുത്, എല്ലാ പ്രോസസ്സും സെയിം ആയിരിക്കണം. നമ്മൾ ഇത് ഈ സെയിം ഷെയർഡ് മെമ്മറി യൂസ് ചെയ്യുന്ന എല്ലാ പ്രോസസ്സിലും ഈ നമ്പർ സെയിം ആയിരിക്കണം. എന്നിട്ട് അതിനെ അറ്റാച്ച് ചെയ്യുന്നു. മെസ്സേജ് റീഡ് ഫ്രം ഷെയർഡ് മെമ്മറി എന്ന് പറയുന്ന മെസ്സേജ് എടുക്കുന്നു. അതിനെ അങ്ങ് പ്രിൻ്റ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. അതിനെ അങ്ങ് ഡിറ്റാച്ച് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഓപ്പറേഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇനിയും കമ്പൈൽ ചെയ്യാണ്. കമ്പൈൽ ചെയ്ത് രണ്ട് ടെർമിനലായിട്ട് വെച്ചു. ഇനി രണ്ട് ടെർമിനലായിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഒരു ടെർമിനലിലൂടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് ടെർമിനൽ. ഇതിനകത്ത് ഞാൻ റൈറ്റ് കൊടുക്കുകയാണ്. ./SHM റൈറ്റ് വിളിച്ചു. ഞാൻ മെസ്സേജ് എന്താണ് മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടതെന്ന് കൊടുക്കുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. ഈ മെസ്സേജ് ഞാൻ സെൻഡ് ചെയ്തു. ഇതിപ്പം സെൻഡ് ചെയ്ത് പോയി. ഷെയർഡ് മെമ്മറിക്കുള്ളിലേക്കും പോയിട്ടുണ്ട്. ഇനി ഞാനിവിടെ നിന്ന് റീഡ് ഓപ്പറേഷൻ വിളിക്കുകയാണ്.
വിളിക്കുമ്പോൾ തന്നെ ആ മെമ്മറി ഉണ്ടെങ്കിൽ ആ മെമ്മറിയിലിരിക്കുന്ന ഡാറ്റ പ്രിൻ്റ് ചെയ്ത് കാണിക്കും. അതിനകത്ത് വെയിറ്റിംഗ് ഒന്നുമില്ല. അതുകൊണ്ട് ഇതല്ലേ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. അപ്പം ഇവിടുന്ന് റൈറ്റിലൂടെ റൈറ്റ് ചെയ്ത മെസ്സേജ് നമ്മൾ റീഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ട് നമ്മൾ റീഡ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ 2 ടെർമിനലിൽ നിന്നായാലും ഒരു ടെർമിനലിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളുടെ സിലബസിലുള്ള എക്സ്പെരിമെൻ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്ത് നോക്കുക. അടുത്ത ഒരു ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കാണ് മെസ്സേജ് ക്യൂ. ഇത് ഷെയർഡ് മെമ്മറി പോലെ ഒരു ഷെയർഡ് മെമ്മറി നമ്മളെ പൈപ്പും പോലെ വർക്ക് ചെയ്യുന്നൊരു മെത്തേഡാണ് മെസ്സേജ് ക്യൂ എന്ന് പറയുന്നത്. ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഷെയർഡ് മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതിൽ MSG ഗെറ്റ്. ഇത് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. അത് കേണലിനകത്തുള്ളൊരു മെസ്സേജിങ് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനകത്തേക്ക് പോകുന്നു. അടുത്ത പ്രോസസ്സ് അതിനങ്ങ് റീഡ് ചെയ്യുന്നു. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെസ്സേജ് ക്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി MSG ഗെറ്റ്, നമ്മൾ ഷെയർഡ് SHM ഗെറ്റ് പോലെ MSG ഗെറ്റ് ആണ് കൊടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ അതിൽ കീ കൊടുക്കണം, ദെൻ അതിൻ്റെ ഫ്ലാഗും കൊടുക്കുക. അത് നമ്മൾ മറ്റേതിൽ ചെയ്തിരിക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഇതിനകത്ത് കൊടുക്കേണ്ടത്. SHM ഗെറ്റിൽ കൊടുത്ത അതേ മെത്തേഡിൽ തന്നെ ഒരു കീ നമ്പർ നമ്മൾ ആ യൂണീക്ക് കീ ആയിരിക്കണം. ആ കീ നമ്പർ തന്നെയാണ് എല്ലാ പ്രോസസ്സുകളിലും നമ്മൾ മെസ്സേജ് ക്യൂ ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് യൂസ് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത സിസ്റ്റം കോളാണ് മെസ്സേജ് സെൻഡ്. മെസ്സേജ് സെൻഡ് എന്ന് പറഞ്ഞാൽ സെൻഡ് ചെയ്യേണ്ട മെസ്സേജ്. അപ്പോൾ ഈ മെസ്സേജ് സെൻഡ് ചെയ്യാൻ നേരത്ത് ഇവിടെ ഒരു നമ്മൾ മെസ്സേജ് ക്യൂ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ID കിട്ടും, മെസ്സേജ് ക്യൂ ID. ആ ID വേണം നമ്മൾ SHM ID കൊടുത്തതുപോലെ, ഷെയർഡ് മെമ്മറി ID കൊടുത്തതുപോലെ ആ ID ആണ് നമ്മൾ സെൻഡിനകത്ത് കൊടുക്കേണ്ടത്. ദെൻ അതിൻ്റെ ടൈപ്പ്, ഡാറ്റ ടൈപ്പ്, എന്ത് ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ സെൻഡ് ചെയ്യേണ്ടത്. നോർമലി 1 ആണ് കൊടുക്കേണ്ടത്. 1 എന്ന് പറയുന്ന ഡാറ്റയാണ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് സെൻഡ് ചെയ്യേണ്ട ടെക്സ്റ്റ്, ആ ടെക്സ്റ്റ് എന്താണോ ആ ടെക്സ്റ്റ് അത് കൊടുക്കുക. അത് നോർമലി ഇതിനകത്ത് നമ്മൾ ഒരു സ്ട്രക്ചറും ഉണ്ട്, ഡീഫോൾട്ട് സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിനകത്ത് നമ്മൾ മെസ്സേജ് ടൈപ്പും മെസ്സേജും ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യണം. അത് നമ്മൾ സാമ്പിൾ പ്രോഗ്രാം ചെയ്ത് കാണിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ആ സ്ട്രക്ചറിൽ വേണം നമ്മൾ ഡാറ്റ ഇതിനകത്ത് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും. അപ്പോൾ ആ സ്ട്രക്ചറിൽ മെസ്സേജിൻ്റെ ടൈപ്പ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഡീഫോൾട്ട് ടൈപ്പ് 1 ആണ്. ദെൻ മെസ്സേജ് അയക്കേണ്ട മെസ്സേജ് അതാണ് ഇവിടെ നമ്മൾ കൊടുക്കുക. ദെൻ അതിൻ്റെ സൈസ്, മെസ്സേജിൻ്റെ സൈസ് എത്ര സൈസ് ഉള്ള മെസ്സേജാണ് കൊടുക്കേണ്ടത്. ദെൻ അതിൻ്റെ ഫ്ലാഗ്, മെസ്സേജിൻ്റെ ഫ്ലാഗ് ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ 0 ആണ്. മെസ്സേജ് സ്പെസിഫൈ ചെയ്ത ആക്ഷൻ ടേക്കൺ ബൈ ദ മെസ്സേജ് ക്യാൻ ബി സെൻഡ്. ഇത് ഡിഫോൾട്ട് വാല്യൂ 0 ആണ്. അപ്പോൾ ഇത്രയും 4 പാരാമീറ്ററാണ് അതിനകത്തോട്ട് അങ്ങോട്ട് പാസ് ചെയ്യേണ്ടത്. അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആണ്, റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 0 ആണ്. മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 0. -1 ആണ് വരുന്നതെങ്കിൽ മെസ്സേജ് സെൻഡ് ഫെയിലർ. അടുത്ത ആണ് ഈ മെസ്സേജിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് റിസീവ്. MSG RCV എന്ന് പറയുന്ന ഫംഗ്ഷനാണ് മെസ്സേജ് RCV ഫംഗ്ഷൻ. ഇതിനകത്ത് നമ്മൾ കൊടുക്കേണ്ട ആർഗ്യുമെൻറ്റ് നമ്മൾ ID തന്നെയാണ്. നമ്മൾ MSG ഗെറ്റ് മെസ്സേജ് ക്യൂ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ID, ആ ID ആണ് ആദ്യം കൊടുക്കേണ്ടത്. ദെൻ അഡ്രസ്, എന്താ മെസ്സേജിൻ്റെ അഡ്രസ് സ്പേസ്, അഡ്രസ്സിൻ്റെ പോയിൻ്റർ, അത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചർ വേരിയബിളിൻ്റെ അഡ്രസ്സാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ദെൻ അതിൻ്റെ സൈസ് ഓഫ് ദ സ്ട്രക്ചർ വേരിയബിൾ, ഇതാണ് ആദ്യം അടുത്ത് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ടൈപ്പ് ഓഫ് ദ മെസ്സേജ്, എന്ത് മെസ്സേജ് ടൈപ്പ്, ഡിഫോൾട്ട് 1 ആണ്. ദെൻ ഫ്ലാഗ് ഡിഫോൾട്ട് 0 ആണ്. ഇങ്ങനെ ഇത് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണെങ്കിൽ 0 എന്ന് റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ -1 എന്ന് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇതിലൊരു സാമ്പിൾ പ്രോഗ്രാം കാണിച്ചു തരാം. ഇത് നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുന്നൊരു മെസ്സേജ് സെൻഡ് ചെയ്യുന്ന മെസ്സേജ് റിസീവ് ചെയ്യുന്ന 2 പ്രോഗ്രാമാണ്. ഒരു പ്രോസസ് ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സ്ട്രക്ചർ, പ്രീ ഡിഫൈൻഡ് സ്ട്രക്ചർ. അതായത് സ്ട്രക്ചർ തന്നെ സ്ട്രക്ചർ പേര്, ഇത് നമുക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം, എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. അതിനകത്ത് വേണ്ട ഒരു ലോങ് ടൈപ്പിലുള്ളൊരു, ഇത് ലോങ് ടൈപ്പ് തന്നെ ആയിരിക്കണം. ലോങ് ടൈപ്പിൽ ഡാറ്റ, ഇത് ഒരു പ്രീ ഡിഫൈൻഡ് ടൈപ്പാണ്. ഈ ടൈപ്പിൽ തന്നെയാണ് മെസ്സേജ് ക്യൂയിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുക. സ്ട്രക്ചറിൽ ആദ്യത്തെ ഫീൽഡ് എന്ന് പറയുന്നത് മെസ്സേജ് ടൈപ്പ്, അത് ലോങ് ടൈപ്പ് ആയിരിക്കണം. ദെൻ ഒരു ക്യാരക്ടർ അറേ, ഇതാണ് നമ്മൾ അയക്കേണ്ട മെസ്സേജ്.
ദെൻ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വേരിയബിൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് മെസ്സേജ് എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അല്ലെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് സ്ട്രക്റ്റ് മെസ്സേജ് ബഫർ മെസ്സേജ് എന്ന് എഴുതിയാലും മതി. അതിന് പകരമാണ് ഇവിടെ തന്നെ ഈ ഡിക്ലറേഷൻ്റെ എൻഡിൽ തന്നെ മെസ്സേജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റും ആയി. ഇനി ഇൻറ്റിജർ മെസ്സേജ് ഐ ഡി, നമ്മൾ ഗ്രൂപ്പ് മെസ്സേജിൻ്റെ ഐ ഡി MSG ഗെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുന്ന സമയത്ത് ഉള്ള അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന ഐ ഡി. ഈ ഐ ഡിയാണ് നമ്മൾ സെൻഡിലും റിസീവിലും യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ കീ നമ്പർ, ഈ കീ നമ്പർ തന്നെയാണ് നമ്മൾ സെൻഡിനകത്തും റിസീവിനകത്തും യൂസ് ചെയ്യേണ്ട കീ നമ്പർ. ഈ കീ നമ്പർ മാറിപ്പോരുത് ഒരിക്കലും. ഈ കീ നമ്പർ ഒരേ കീ നമ്പർ തന്നെ സെൻഡിലും റിസീവിനും ഉപയോഗിക്കാം. മറ്റത് നമ്മൾ SHM ക്രിയേറ്റ് ചെയ്ത ഷെയർഡ് മെമ്മറിയിൽ ക്രിയേറ്റ് ചെയ്ത മോഡ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്രിയേറ്റ് ഉള്ള ഗ്രൂപ്പ് മെസ്സേജ് ക്യൂ അതിനകത്ത് ആൾറെഡി ഉണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനാണ് ഇത് നമ്മൾ ഈ ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. ദെൻ ഈ മെസ്സേജിനകത്തുള്ള മെസ്സേജ് ടൈപ്പ് എന്നതിനെ ഞാൻ 1 ആക്കി വെച്ചു. ദെൻ കീബോർഡിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാണ്. എന്ത് ഡാറ്റയാണ് നമ്മൾ മെസ്സേജ് വഴി സെൻഡ് ചെയ്യണം എന്നുള്ള ഡാറ്റ റീഡ് ചെയ്യുന്നു. അതിനെ ഞാൻ ഈ സ്ട്രക്ചർ വേരിയബിളിനകത്തോട്ട് കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. റീഡ് ഓപ്പറേഷൻ നടക്കുന്ന message_txt എന്ന് പറഞ്ഞ ഈ ഫീൽഡിലോട്ടാണ്, ഈ സ്ട്രക്ചർ വേരിയബിളിൻ്റെ ഈ ഫീൽഡിലോട്ടാണ് നമ്മൾ ഡാറ്റ റീഡ് ചെയ്ത് വയ്ക്കുന്നത്. എന്നിട്ട് മെസ്സേജ് സെൻഡ് എന്നുള്ള ഫംഗ്ഷനെ ഇവിടെ കോൾ ചെയ്യുന്നു. ആ മെസ്സേജ് സെൻഡിന് കോൾ ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ട ഫസ്റ്റ് പാരാമീറ്റർ നമ്മൾ ഈ മെസ്സേജ് ക്യൂ ക്രിയേറ്റ് ചെയ്ത സമയത്ത് കിട്ടിയ ID, അതാണ് ആദ്യം കൊടുക്കേണ്ടത്. ദെൻ ഈ സെൻഡ് ചെയ്യണ സ്ട്രക്ചർ വേരിയബിളിൻ്റെ അഡ്രസ്സ്, അതാണ് ഇവിടെ കൊടുക്കുന്നത്. ദെൻ അതിൻ്റെ സൈസ്, ദെൻ ലാസ്റ്റ് പാരാമീറ്റർ 0. ഇതാണ് ഇതിൻ്റെ പാസ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ മെസ്സേജ് ക്യൂ ID, ദെൻ അയക്കേണ്ട മെസ്സേജിൻ്റെ ഓബ്ജക്റ്റ് സ്ട്രക്ചർ വേരിയബിളിൻ്റെ അഡ്രസ്സ്, ദെൻ അതിൻ്റെ സൈസ്. ഇത്ര സൈസ് ഡാറ്റയാണ് സെൻഡ് ചെയ്യേണ്ടത്, ആ സൈസ്, ദെൻ 0. ഇതാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അത് ഡാറ്റ സെൻഡ്, അത് മെസ്സേജ് അവിടെ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണമെന്നേ ഉള്ളൂ. ഈ ഡാറ്റ സെൻഡ് ചെയ്തു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കീബോർഡിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്ത് അങ്ങ് സെൻഡ് ചെയ്യുന്നു. ദെൻ അടുത്ത റിസീവ് അടുത്തതിനകത്ത് ഇതേ ടൈപ്പിലൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് അതിനൊരു പേര്, ഇത് മെസ്സേജ് തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇതിന് ഇവിടെ മെസ്സേജ് കൊടുത്തുകൊണ്ട് ഇവിടെ മെസ്സേജ് കൊടുത്തന്നേ ഉള്ളൂ, സെയിം ആവണമെന്നൊന്നുമില്ല, എന്ത് വേണം കൊടുക്കുക. നമുക്ക് സെയിം ആവേണ്ടത് ഇതാണ്. ഇതൊരു കാരണവശാലും തെറ്റിപ്പോകരുത്, ഇത് സെയിം ആയിരിക്കണം, ഈ കീ നമ്പർ സെയിം ആയിരിക്കണം. ദെൻ ഗ്രൂപ്പ് മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുക. MSG എന്നുള്ള ഫംഗ്ഷൻ വെച്ച് ഇവിടെ അത് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ആൾറെഡി സെൻഡ് ചെയ്ത് പോയിരിക്കുകയാണ്, അത് നമുക്ക് റിസീവ് ചെയ്യണം. റിസീവ് ചെയ്യാണ്ട് MSG_receive എന്ന ഫംഗ്ഷൻ വിളിക്കുക. അതിനകത്ത് നമ്മൾ ഈ കിട്ടിയ ID, ദെൻ അഡ്രസ് ഓഫ് മെസ്സേജ്, ഇവിടെ നമ്മൾ സെൻഡ് കൊടുത്ത അതേ തന്നെ അഡ്രസ് ഓഫ് മെസ്സേജ്, സൈസ് ഓഫ് മെസ്സേജ്. ഇവിടെ ഇല്ലാത്തൊരു പാരാമീറ്റർ, 4ാമത്തെ പാരാമീറ്ററായിട്ട് ഇവിടെ 1 കൊടുക്കുക. ടൈപ്പ് ഓഫ് മെസ്സേജാണ് 1. ദെൻ നമ്മളിവിടെ ടൈപ്പ് ഓഫ് മെസ്സേജ് സെൻഡിന് മുന്നേ കൊടുത്തിരുന്നു, ഇവിടെ ടൈപ്പ് ഓഫ് മെസ്സേജ് റിസീവിലാണ് കൊടുക്കേണ്ടത്. ദെൻ ലാസ്റ്റ് പാരാമീറ്റർ 0. ഒരു പാരാമീറ്റർ കൂടുതലാണ്, ഇതിനകത്ത് 5 പാരാമീറ്റർ ഉണ്ട്, ഇതിന് സെൻഡിനകത്ത് 4 ഉള്ളൂ. മെസ്സേജ് ID, അഡ്രസ് ഓഫ് ഓബ്ജക്റ്റ്, ഏത് ഒബ്ജക്റ്റിനകത്തോട്ടാണ് അല്ലെങ്കിൽ സ്ട്രക്ചർ വേരിയബിളിനകത്തോട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്, അതിൻ്റെ സൈസ്, ദെൻ അതിൻ്റെ അയച്ച മെസ്സേജിൻ്റെ ടൈപ്പ്, ദെൻ ലാസ്റ്റ് ഫ്ലാഗ് 0. അപ്പോൾ ഈ മെസ്സേജ് എന്ന് പറയുന്നതിനകത്ത് message.txt എന്ന് പറയുന്നതിനകത്ത് ഈ മെസ്സേജ് കാണും, അത് നമ്മളങ്ങ് പ്രിൻറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് MSGCTL എന്ന് പറയുന്ന മെസ്സേജ് ക്യൂ ഡിലീറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. MSGCTL നമ്മൾ മെസ്സേജ് ID, ദെൻ IPC അഡ്രസ്സ് നമ്മൾ ഷെയർഡ് മെമ്മറിയിലുള്ളതുപോലെ തന്നെയാണ് മെസ്സേജ് ID. അവിടെ നമ്മൾ ഷെയർഡ് മെമ്മറി ID കൊടുക്കുന്നു, ഇവിടെ മെസ്സേജ് ID കൊടുക്കുന്നു, IPC_remove ID, ദെൻ നൾ. ഇത് നമ്മൾ റിമൂവ് ചെയ്തേക്കുക. ഈ പ്രോഗ്രാം ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ 2 ടെർമിനലായിട്ട് ഇതിൻ്റെ റീഡും റൈറ്റ് ഓപ്പറേഷൻ ചെയ്യണം. ഫസ്റ്റിൽ നമ്മൾ റൈറ്റ് ഓപ്പറേഷന് ഇതിനകത്ത് ഞാൻ ആ പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. MSGQWR.C എന്നുള്ള പ്രോഗ്രാമിനകത്ത് നമ്മൾ റൈറ്റ് ഓപ്പറേഷനിൽ അതേ പ്രോഗ്രാം എടുത്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കമ്പൈൽ ചെയ്യാം.
അതേ പേരിൽ റൈറ്റ് ചെയ്തു. ഇനി അടുത്ത് റീഡും കൂടെ ഞാൻ എഴുതിക്കുന്നു. ഇതിനകത്തിട്ട് ഈ പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. റീഡ് ഓപ്പറേഷൻ ഈ സെക്കൻഡ് പ്രോസസ്സിൻ്റെ അകത്തുള്ള ഞാൻ ഇവിടെ റീഡ് ഓപ്പറേഷനിൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇനി 2 ടെർമിനലായിട്ട് നമുക്കിത് റൺ ചെയ്യാം. ഞാൻ ഈ ടെർമിനലിൽ റൈറ്റ് ഓപ്പറേഷൻ കൊടുക്കുകയാണ്. // ഹായ് ഹലോ എന്നൊരു മെസ്സേജാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. മെസ്സേജ് സെൻഡ് ചെയ്ത് പോയി. ഇനി ഞാനിവിടെ റീഡ് ചെയ്യാണ്. കണ്ടില്ലേ, ആ മെസ്സേജ് അവിടെ വന്നു. അപ്പോൾ ഞാനിവിടെ എന്താണ് കൊടുക്കുന്നത് അതുപോലെ അവിടേക്ക് വരുന്നു. ഓപ്പറേറ്റ് ഇവിടെ ഞാൻ ജസ്റ്റ് റീഡ് വിളിക്കുന്നു. കണ്ടില്ലേ, അപ്പോൾ ഇതാണ് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. നിങ്ങൾക്ക് ഷെയർഡ് മെമ്മറി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ 4 മെത്തേഡിൽ നമുക്ക് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ പ്രോഗ്രാം ചെയ്ത് നോക്കുക. ഈ 5ാമത്തെ എക്സ്പെരിമെൻറ്റിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എല്ലാ എക്സ്പെരിമെൻറ്റുകളും ചെയ്ത് നോക്കുക, കഴിയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അടുത്ത എക്സ്പെരിമെൻറ്റുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.